നമുക്കൊരു വാക്യത്തിലേക്ക്, ആരാധന ദിവസത്തിലെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായം 7-ാമത്തെ വാക്യം ദയവായിട്ട് ഒന്ന് വായിക്കാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം സഭയെ, ഈ സദസ്സിനെ വായിച്ചു കേൾപ്പിക്കാൻ കഴിവുള്ള ആരെങ്കിലും ഒരാൾ വായിച്ചു കേൾപ്പിച്ചാൽ ഉപകാരമായിരിക്കും. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായം 7-ാം വാക്യം ശ്രദ്ധിച്ചോളൂ. നമ്മുടെ 12 ഗോത്രങ്ങളും രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിപ്പാൻ ആശിക്കുന്നതുമായ വാഗ്ദത്തത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ടത്രേ ഞാനിപ്പോൾ വിസ്താരത്തിൽ ആയിരിക്കണം. അത്രയും മതി. സ്തോത്രം. ശ്രദ്ധിച്ചോളുക. പൗലോസ് അപ്പോസ്തലന്റെ ശക്തമായിരിക്കുന്ന ഒരു വാചകമാണത്. താൻ കോടതിയിൽ വിസ്തരിക്കപ്പെടുന്ന മധ്യത്തിൽ പ്രതിയായി നിൽക്കുന്ന യഹൂദ മതത്തിൻ്റെ കള്ളപ്രചരണങ്ങളുടെ നടുവിൽ സ്തോത്രം സുവിശേഷ സംബന്ധമായ വിഷയത്തിൽ ഒരു തടവുകാരനായി ഏകദേശം 2 വർഷത്തോളമായി സ്തോത്രം അന്ത്യോക്യയിൽ തടവിൽ ആക്കപ്പെട്ടിരിക്കുന്ന ധന്യനായ പൗലോസ് അപ്പോസ്തലൻ, അദ്ദേഹം സുവിശേഷ സംബന്ധമായിരിക്കുന്ന ചില കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ യഹൂദന്മാരാണ് അദ്ദേഹത്തെ പിടിച്ച് പട്ടാളത്തെ ഏൽപ്പിക്കുന്നത്. അവിടെ അദ്ദേഹം ബന്ധിതനായി കിടക്കുകയാണ്. അന്ന് കോടതി പ്രത്യേകിച്ചില്ല. റോമൻ സർക്കാരിൻ്റെ കീഴിലുള്ള സ്തോത്രം പ്രാദേശികമായിരിക്കുന്ന ഗവർണർമാരാണ് ഭരണം നടത്തുന്നത്. പീലാത്തോസ് ഒരു ഗവർണറായിരുന്നു യേശുക്രിസ്തുവിൻ്റെ കാലത്ത്. പൗലോസ് അപ്പോസ്തലൻ്റെ കാലത്ത് തൻ്റെ കേസിൻ്റെ തുടക്ക സമയത്ത് അപ്പോസ്തല പ്രവൃത്തി വായിച്ചാൽ കഴിയുന്നു, ഫെലിക്സ് ആണ് ഗവർണറായിരുന്നത്. ഫെലിക്സ് ത്രാണിയുള്ള കഴിവുള്ള ഒരു ഗവർണറായിരുന്നു. പക്ഷേ പൗലോസിൻ്റെ കാര്യത്തിൽ മാത്രം ഏകദേശം 2 വർഷത്തോളത്തോളം ഫെലിക്സ്, ഇന്നത്തെ പോലെ കേസിന് അവധി വെക്കേണ്ട കാര്യമൊന്നുമില്ല. വിഷയം വരിക, നമ്മുടെ കമ്മിറ്റി കൂടി കാര്യം ആലോചിക്കുന്നത് പോലെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ അപ്പോൾ തന്നെ പറഞ്ഞ് ക്രമീകരിച്ച് അവസാനിപ്പിക്കുന്ന രീതിയായിരുന്നു. പക്ഷേ എന്ത് ചെയ്താൽ, ശ്രദ്ധിച്ചിരിക്കണം, എന്ത് ചെയ്താലും ഈ ഫെലിക്സ് പൗലോസിൻ്റെ കേസിൻ്റെ വിധി പറയില്ല. എല്ലാ പ്രാവശ്യം അപ്പോസ്തല പ്രവൃത്തി വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ വ്യാഖ്യാന പുസ്തകത്തിൽ നിന്ന് പറയുന്നതല്ല, ഞാൻ കമൻട്രി എന്ന് പറയുന്നതല്ല, ബൈബിള് മാത്രമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വായിക്കുന്നത് ബൈബിള് മാത്രമാണ്. വേറൊന്നിലേക്കും പോകേണ്ട ഒരു സമയം കിട്ടാറില്ലാത്തതുകൊണ്ട് ബൈബിളിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്ന കാര്യമാണ്. അപ്പം ഫെലിക്സ് എപ്പോഴും പൗലോസിൻ്റെ കേസിന് ആളെ വിളിച്ചിട്ട് ഒരിക്കൽ പോലും ആ കേസ് എടുക്കുകയല്ല, വിധി പറയുകയല്ല. വിധി പറയാതെ കേസ് അവധിക്ക് വെക്കും. ഏപ്രിൽ മാസം 10-ാം തീയതി പൗലോസിനെ കോടതിയിൽ വിളിക്കുമ്പോൾ ഭംഗിയായിട്ട് ഇടപെടും. ഇരിക്കാൻ ചിലപ്പോൾ കസേര കൊടുക്കും, കുടിക്കാൻ വിളിക്കും, കൂൾ ഡ്രിങ്ക്സ് കൊടുക്കും. ഇതെല്ലാം പറഞ്ഞ് കുറേ നേരം ഇരുത്തിയിട്ട് ഫെലിക്സ് പറയും, നിന്റെ കേസിൻ്റെ റിപ്പോർട്ടും ഫയലും എല്ലാം ശതാധിപൻ്റെ കയ്യിലാണ്, അദ്ദേഹം ഇന്ന് ലീവാണ്, അതുകൊണ്ട് ഇന്ന് ആ കാര്യം എടുക്കാൻ പറ്റാത്തത് കൊണ്ട് കേസ് അവധിക്ക് വെക്കുകയാണ്, ഓഗസ്റ്റ് മാസം 5-ാം തീയതിയിലേക്ക് നീട്ടുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും പട്ടാളം അദ്ദേഹത്തെ ജയിലിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകുന്നു. ഓഗസ്റ്റ് 5-ാം തീയതി വീണ്ടും വരുമ്പോൾ മറ്റൊരു കാര്യം കണ്ടുപിടിക്കുന്നു, വിധി പറയാതെ അദ്ദേഹത്തെ ഡിസംബറിലേക്ക് കേസ് നീട്ടുന്നു. ഇങ്ങനെ ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ അവസാനിപ്പിക്കാവുന്ന ഒരു ചെറിയ കേസ്. ഇതൊരു പ്രമാദമായിരിക്കുന്ന ക്രിമിനൽ കുറ്റമൊന്നുമല്ല. ഇത് മതപരമായിരിക്കുന്ന കാര്യത്തിൽ സ്തോത്രം അറിയാം, ഫെലിക്സിനറിയാം, ഇത് അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയൊരു സംഭവമാണ്. അതിൻ്റെ വെളിച്ചത്തിൽ അവധി വെച്ച് വിധി പറയാതെ പൗലോസിനെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഞാൻ ആ ഭാഗം ചരിത്രത്തിൽ നിന്ന് പറയുമ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൂത് പറഞ്ഞു തുടങ്ങാം. നിന്റെ ചില വിഷയങ്ങൾ എന്നേ തീരേണ്ടതാണ്. സ്തോത്രം. ചില ആളുകൾ ഒരു കാര്യം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞാൽ മതി, ആ പ്രശ്നം അവിടെ തീരും. പലർക്കും അറിയാം. പക്ഷേ നിന്റെ വിഷയം തീരരുത് എന്ന് ആഗ്രഹിക്കുന്ന ചിലര് ഫെലിക്സിനെ പോലെ ഉണ്ടെങ്കിൽ ഇന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന യോഗത്തിനകത്ത് പരിശുദ്ധാത്മ നിയോഗത്തോടെ ഒരിക്കലും തീരാത്ത വിഷയമായി ചില കാര്യങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ആരാധന തീരുന്നതിനേക്കാൾ മുമ്പ് സ്വർഗം ഒരു നടപടി എടുക്കണം. ഹല്ലേലൂയ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവധി വെച്ച് പല കാര്യങ്ങളും നീട്ടിവെച്ച് നടക്കുന്നത് എന്താണെന്ന് അറിയാതെ പ്രാർത്ഥിച്ചു മടുത്ത് പലരുടെ ചോദ്യത്തിന് വിധേയപ്പെട്ട് ഈ നല്ല ദൈവത്തെ ആരാധിച്ചിട്ട് കാലങ്ങളോളം കാത്തിരുന്നിട്ടും കാര്യം നടക്കാതെ ഒതുക്കപ്പെടുന്നവരുണ്ടെങ്കിൽ ഇന്നത്തെ പകലത്തെ ശുശ്രൂഷ ഒരുപക്ഷെ നിങ്ങൾക്കുള്ളതായിരിക്കാം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അലക്ഷ്യമാകാതെ ആത്മബലത്തോടെ ചേർന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ട് നിൽക്ക്. എന്നിട്ട് പറ, എന്റെ ചില വിഷയങ്ങൾക്ക് ഈ ഏപ്രിൽ മാസത്തിൽ തന്നെ വിധി പറയുന്ന മാസമായിരിക്കണം.
വിശ്വസിക്കുന്നവർ മാത്രം ദൈവസന്നിധിയിൽ ഒരു മനസ്സോടെ, ആത്മബലത്തോടെ, ആത്മശക്തിയോടെ എല്ലാവരും ചേർന്ന് പറ. കുറെ നാളായി പ്രാർത്ഥിക്കുന്ന വിഷയം, കുറെ നാളായി ചോദിക്കുന്ന വിഷയം ഇന്ന് ദൈവം ഈ യോഗത്തിൽ വന്നതുകൊണ്ട് ഹല്ലേലൂയ. 2 വർഷക്കാലം പൗലോസിനെ ഇട്ട് കളിപ്പിച്ചു. ഇതിനിടയിൽ ഫെലിക്സ് ആഗ്രഹിച്ചു പൗലോസ് ദ്രവ്യം കൊടുക്കും, അഥവാ കൈക്കൂലി കൊടുക്കുമെന്ന്. ജഡ്ജി കൈക്കൂലി ആഗ്രഹിച്ചാൽ ആ രാജ്യത്തിന്റെ സ്ഥിതി നിങ്ങൾ ഓർത്തു നോക്കി. സ്തോത്രം, പരിതാപകരവും ഗുരുതരമാണ്. ആ വിധത്തിലായി തീർന്നു. 10 പൈസ പോലും കൈക്കൂലി കൊടുക്കാതെ പൗലോസ് ദൈവസന്നിധിയിൽ പിടിച്ചു നിൽക്കുകയാണ്. അങ്ങനെ പിടിച്ചു നിൽക്കുന്നതിന്റെ മധ്യത്തിൽ 2 വർഷക്കാലം പിന്നിട്ടു. ഈ 2 വർഷം പൗലോസ് പുറത്തായിരുന്നെങ്കിൽ എത്ര ശക്തമായി ദൈവത്തിന് പ്രയോജനപ്പെട്ടേനെ. ദൈവത്തിന് പ്രയോജനപ്പെടേണ്ടവരെ മാനസിക തടവിലാക്കി, അവരുടെ ജീവിതത്തിന് മുമ്പിൽ ടെൻഷൻ ഇട്ട് കൊടുത്ത്, അവരുടെ അഭിഷേകം വ്യാപരിക്കാതെ, അവരുടെ ശുശ്രൂഷ ഫലിക്കാതെ, ചില പ്രശ്നങ്ങളുടെ കോട്ടക്കകത്ത് ചിലരെ ഇട്ടിട്ടുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഈ പുൽപ്പിറ്റിൽ നിൽക്കുമ്പോൾ പറയുന്നത് ഇന്ന് രാത്രി നിങ്ങളെ ബാധിക്കുമെങ്കിൽ ഈ പകരക്കാലം അതിവിടെ വെച്ച് പൊട്ടിക്കണം. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ആവശ്യമില്ലാത്ത ഭാരങ്ങൾ, അത് മക്കളെ കുറിച്ചാണെങ്കിലും, കുടുംബജീവിതത്തിലാണെങ്കിലും, നിങ്ങളുടെ ഓഫീസിൽ നിന്നാണെങ്കിലും, നിങ്ങളുടെ സഭയിൽ നിന്നാണെങ്കിലും, നിങ്ങളെ മാനസികമായി പൂട്ടാൻ നോക്കുന്ന സകല തന്ത്രങ്ങളെയും ഈ യോഗമധ്യത്തിൽ കയറി പിടിച്ചോളണം. സ്വർഗം വിടുതലിലേക്ക് നയിക്കാൻ പോകുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപാട് നാള് ദൈവം എല്ലാം കണ്ടോണ്ടിരിക്കുകയല്ല. അത് നിങ്ങൾക്കും അറിയായിരിക്കും. ഒന്നോടെ പറയാം, എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളടക്കം ഒരുപാട് നാള് കർത്താവ് കയ്യും കെട്ടിയിരിക്കുകയല്ല. 2 വർഷങ്ങൾ പിന്നിട്ടപ്പോൾ സർവശക്തനായ ദൈവം ഒരു കാര്യം ചെയ്തു. ഫെലിക്സിനെ ആ സ്ഥാനത്ത് നിന്ന് എടുത്തു മാറ്റി. സ്തോത്രം. ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഈ പൗലോസ് ഫെലിക്സിനെ അഭിസംബോധന ചെയ്യുമ്പോൾ ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്, 25-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, സ്തോത്രം, അദ്ദേഹത്തോട് പറയുന്നു, നീ ഏറെ നാളായി ഈ ജനത്തിന് ന്യായാധിപതിയായിരിക്കുന്നവനാണെന്ന് ഞാൻ അറിയുന്നു, ജനസമ്മതനാണെന്ന് അറിയുന്നു. അതിനർത്ഥം സ്തോത്രം, സ്ഥലം മാറ്റമില്ലാതെ ഏറെ നാളായി ഈ കസേരയിൽ ഇരിക്കുന്നവനായിരുന്നു ഫെലിക്സ്. ഞാനിത് വായിച്ചപ്പോൾ ഫെലിക്സിനോട് പറഞ്ഞു, ഉപദേശിയോട് കളിക്കാതിരുന്നായിരുന്നെങ്കിൽ ഈ കസേരയിൽ ഇരുന്ന് മരിക്കായിരുന്നു. മനസ്സിലായോ? കാരണം അയക്ക് ട്രാൻസ്ഫർ വേണ്ടായിരുന്നു, കെട്ടും കെട്ടി പോകണ്ടായിരുന്നു, ഇവിടെ നിന്ന് തൂത്തുവാരപ്പെടാൻ താൻ ജനസമ്മതനായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ ദാസന്റെ കാര്യത്തിൽ നീതികേട് കാണിച്ചപ്പോൾ സ്വർഗസ്ഥനായ ദൈവം ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ പറിച്ചറിഞ്ഞു. ആത്മാവിൽ സ്തോത്രം ചെയ്തു പറ, എന്റെ വിഷയത്തിൽ നീ ആത്മാവിൽ ദൈവ പൈതലാണെങ്കിൽ പറ, ഞാൻ പരമാർത്ഥിയാണ്. എന്റെ വിഷയത്തിൽ അനാവശ്യമായി കൈകടത്തിയാൽ അവന്റെ സ്ഥാനം തന്നെ ദൈവം തെറിപ്പിച്ചു കളയും. സ്വർഗം ഫെലിക്സിനെ അവിടെ നിന്ന് എടുത്തു മാറ്റി. നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ആ ചരിത്രം വായിച്ചു നോക്കണം കേട്ടോ. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഈ അധ്യായങ്ങൾ വായിച്ചു നോക്കണം. ആ ഫെലിക്സിനെ മാറ്റിയ സ്ഥാനത്തേക്ക് ഫെസ്തോസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ ഒരു ഗവർണറെ റോമൻ സർക്കാർ അവരോധിച്ചു. ഫെസ്തോസ് അധികാരത്തിൽ വന്നതിന്റെ 3-ാമത്തെ ദിവസം കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് യെരുശലേമിൽ പോയി മഹാപുരോഹിതനെ കാണണം എന്നുള്ളത് അവരുടെ പ്രോട്ടോകോളാണ്. കാരണം യഹൂദ മതത്തെ പ്ലീസ് ചെയ്തുകൊണ്ടല്ലാതെ റോമൻ സർക്കാരിന് യഹൂദയിൽ ഭരണം നടത്താൻ പറ്റിയല്ല. അതുകൊണ്ട് അവർക്കൊരു മതകോടതിയുണ്ട്. മതകോടതിയുടെ ജഡ്ജി മഹാപുരോഹിതനാണ്. അതുകൊണ്ട് അധികാരത്തിൽ വരുന്ന ഭരണകർത്താവ് ഈ മഹാപുരോഹിതനെ പോയി കാണുക, ഒരു ചായ സൽക്കാരത്തിനോ അത്താഴ വിരുന്നിനോ പങ്കെടുക്കുക എന്നുള്ളത് അവരുടെ രീതിയാണ്. അങ്ങനെ പുതിയതായിട്ട് ഗവർണറായി വന്ന ഫെസ്തോസ് സ്തോത്രം മഹാപുരോഹിതനെ കാണാൻ വേണ്ടി 3-ാം ദിവസം യെരുശലേമിലേക്ക് പോയി അധികാരം ഏറ്റെടുത്തതിൻ്റെ. അവിടെ ചെന്ന മാത്രയിൽ ചായ സൽക്കാരമോ മറ്റോ ആയിരിക്കാം. അത് കഴിഞ്ഞപ്പോൾ മഹാപുരോഹിതൻ ഫെസ്തോസിനോട് ആവശ്യപ്പെട്ടു, സ്തോത്രം, ഒരു പ്രതി അവിടെ ജയിലിൽ കിടക്കുന്നുണ്ട്, അവൻ ഞങ്ങളുടെ മാർഗത്തിന് വിരോധ
വിരോധമായി നിൽക്കുന്നവനാണ്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരനെ ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് വന്നതാണ്. അവനിപ്പോൾ പുത്തൻകൂറ്റുകാരുടെ കൂടെ ചേർന്നിട്ട് സ്വത്രം മോശയുടെ പ്രമാണമല്ലെന്നും ദേവാലയത്തിൽ മാത്രമല്ല എവിടെയും ദൈവപ്രത്യക്ഷത ഉണ്ടാകുമെന്നും ഒക്കെ പറഞ്ഞ ആളുകളെ ഇതിനകത്തുനിന്ന് പിടിച്ച് മതഭേദം നടത്തുകയാണ്. അതിൻ്റെ ഒരു കേസ് മുൻ ഗവർണറുടെ കാലത്ത് കൊടുത്തിട്ട് അദ്ദേഹം എന്തോ കാര്യം കൊണ്ട് ആ കാര്യം എടുത്തിട്ടില്ല. അതുകൊണ്ട് അങ്ങ് പുതിയ അധികാരത്തിൽ കയറിയത് കൊണ്ട് ഇമ്മീഡിയറ്റ്ലി ഈ വിഷയത്തിൽ നടപടി ഉണ്ടായി ഈ പ്രതിയെ ശിക്ഷിക്കണം എന്ന് മഹാപുരോഹിതൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ 5-8 ദിവസം യെരുശലേമിൽ തങ്ങിയ ഫെസ്തോസ് തിരിച്ച് അന്തോണിയ കോട്ടയിലേക്ക് തൻ്റെ ഭരണ സമുച്ചയത്തിൻ്റെ തലസ്ഥാനത്തേക്ക് വന്നതിന് ശേഷം സ്വത്രം ആദ്യത്തെ കേസെടുക്കുന്നത് പൗലോസിൻ്റെയാണ്. പൗലോസിന്റെ കേസെടുക്കുമ്പോൾ മതപരമായിരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ഫെസ്തോസിന് യഹൂദ മതത്തിന്റെ പിന്നാമ്പുറങ്ങൾ അറിയാത്തത് കൊണ്ട് അഗ്രിപ്പ രാജാവ്, നാട്ടുരാജാവാണ്, അദ്ദേഹത്തെ കൂട്ടുപിടിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു ഞാനിവിടെ പുതിയൊരു അപ്പോയിൻമെൻ്റ് ആയതുകൊണ്ട് അധികാരം എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ട് മഹാപുരോഹിതൻ്റെ അടുക്കൽ ചെന്നപ്പോൾ ഇങ്ങനെ ഒരു കേസ് എന്നോട് പറഞ്ഞു. പക്ഷേ ഞാൻ ആ കേസ് ഫയൽ പഠിച്ചിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എന്നെ ഒന്ന് സഹായിക്കണം. സ്തോത്രം. അപ്പോൾ അഗ്രിപ്പ പറഞ്ഞു പൗലോസിൻ്റെ കേസാണോ? അദ്ദേഹത്തെക്കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട്, എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇഷ്ടമാണ്, ആ പ്രസംഗം കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. സ്തോത്രം. അദ്ദേഹം എവിടെയുണ്ട്? ജയിലിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സ്തോത്രം ഫെസ്തോസ് പറഞ്ഞു നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞതുപോലെ പ്രസംഗവും കേൾക്കാം, ഈ വിധിയും നടത്താം, അതുകൊണ്ട് ഒരു ദിവസം നിശ്ചയിക്കാം എന്ന് പറഞ്ഞ് അഗ്രിപ്പാവും ഫെസ്തോസും ജഡ്ജ്മെന്റ് സീറ്റിലിരിക്കുന്ന ഏറ്റവും പ്രമാദമായിരിക്കുന്ന പൗലോസിന്റെ കേസ് വിസ്താരത്തിന് ഡേറ്റ് നിശ്ചയിച്ചു. ഇവർ രണ്ടുപേരും കൂടി ഒരു ഫുൾ ബെഞ്ച് എന്ന വണ്ണം ജഡ്ജിമാരായിട്ടിരിക്കുന്ന സദസ്സിലേക്ക് പ്രതിയായിരിക്കുന്ന നമ്മുടെ പൗലോസിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. യെരുശലേമിൽ നിന്ന് മഹാപുരോഹിതനടക്കം ഒരു അഡ്വക്കേറ്റിനെ കൂടി സംഘടിപ്പിച്ചുകൊണ്ട് കള്ളസാക്ഷികളെ അടക്കം പൗലോസിന് കൊടുക്കാവുന്നതിൻ്റെ പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സ്തോത്രം യെരുശലേമിൽ ആളുകൾ വന്നിട്ടുണ്ട്. കേസിന് വേണ്ടിയിട്ട് അഗ്രിപ്പാവിൻ്റെ കൊട്ടാരത്തിൽ ഇതുപോലത്തെ ഒരു പ്രമാദമായിരിക്കുന്ന ഹോള് കോടതിയാക്കി. ആ കോടതിക്കകത്ത് പ്രതിയായി പൗലോസിനെ നിർത്തി, മറുഭാഗത്ത് മഹാപുരോഹിതനും പുരോഹിതന്മാരും പ്രമാണിമാരും അടങ്ങുന്ന ഒരു വലിയ സംഘം വാദിഭാഗത്ത്. അങ്ങനെ നിൽക്കുമ്പോൾ അഗ്രിപ്പ രാജാവ് ആദ്യം പ്രതിയായിരിക്കുന്ന പൗലോസിന് തൻ്റെ വാദം കോടതി മുമ്പാകെ അവതരിപ്പിക്കാം എന്നുള്ള അനുവാദം കൊടുക്കുകയാണ്. അനുവാദം കൊടുക്കുമ്പോൾ ബഹുമാന പുരസ്സരം, ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞതുപോലെ വർത്താനം പറയാൻ അറിയാമെങ്കിൽ കോടതി പോലും രക്ഷപ്പെടാം. പൗലോസിന് വക്കീലില്ല, അവര് വക്കീലിനെ കൊണ്ട് വന്നിരിക്കുന്നത് ബൈബിൾ വായിച്ചാൽ അറിയാം, ഒറ്റയ്ക്കുള്ളൂ. പക്ഷെ തൻ്റെ ബലം ദൈവത്തിൻ്റെ കൃപയാണ്. ഇന്ന് പകൽക്കാലം വീണ്ടും ഞാൻ പറയുന്നു, നിന്റെ അതരത്തിൽ ദൈവം കൃപ പകർന്നാൽ നിന്റെ കൂടെ നിൽക്കാൻ ആരുമില്ലെങ്കിലും നിനക്കെതിരെ 100 പേരുണ്ടെങ്കിലും ഇന്ന് ഞാൻ വീണ്ടും പറയുന്നു, ആ കൃപ വ്യാപരിക്കാൻ തുടങ്ങിയാൽ ചില വിഷയങ്ങൾ തീരാൻ പോകുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. കളമറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യാൻ കരുത്തുള്ളവനാണ് പൗലോസ്. അതുകൊണ്ട് അദ്ദേഹം തൻ്റെ കാര്യം പറയാൻ നേരത്ത് അഗ്രിപ്പാവിനോട് ശരിക്കും പറഞ്ഞു, അങ്ങ് ഇന്ന് ഈ ജഡ്ജ്മെന്റ് സീറ്റിലുള്ളതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. കാരണം യഹൂദന്മാരുടെ സകല മതാചാരങ്ങളെ കുറിച്ച് മറ്റാരേക്കാൾ നന്നായിട്ട് അങ്ങേക്കറിയാം. അതുകൊണ്ട് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ സത്യമല്ല എന്ന് മറ്റാരേക്കാൾ നന്നായി അങ്ങേക്ക് ബോധ്യപ്പെടുമെന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു തുടങ്ങുകയാണ് കോടതിയിൽ. സ്തോത്രം. ഈ ജഡ്ജിമാരുടെ മുമ്പിൽ താൻ പ്രതിഭാഗത്ത് നിന്നുകൊണ്ട് അങ്ങനെ തൻ്റെ ഭാഗം പറഞ്ഞപ്പോൾ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ പൗലോസ് ആരാധന എന്ന വിഷയം പതുക്കെ കൊണ്ടെന്ന് തിരികെ കയറ്റി. മനസ്സിലാവുന്നോ? സ്തോത്രം. ഹല്ലേലൂയ. ഈ വാക്യം 7-ാം വാക്യം, അതിനകത്ത് പൗലോസ് തന്റെ കാര്യം പറയുമ്പോൾ ആരാധന എന്ന വിഷയത്തെ ഇതിനകത്തേക്ക് പൗലോസ് കൊണ്ടുവന്ന് പേശ് ചെയ്തു. അവിടെയാണ് ഇന്ന് പകൽക്കാലം ദമാമിൽ ഈ രാജ്യത്തിന്റെ ഈ സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരിക്കുന്ന ദൈവമക്കളുള്ള സ്വർഗീയ ദൂത് സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത്. പൗലോസിന്റെ കോടതി വളപ്പിനകത്ത് താൻ പറഞ്ഞ വാക്യത്തിനകത്താണ് ദൈവാത്മാവ് നമുക്കുള്ള ദൂത് ഒരുക്കി വെച്ചിരിക്കുന്നത്. അതിനകത്ത് നിനക്കുള്ള വിടുതലുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തോട്ടെ. ഹല്ലേലൂയ. വാക്യത്തിലേക്ക് കടക്കുന്നു, പശ്ചാത്തലങ്ങൾ വിടുന്നു. ആരാധന സംബന്ധിച്ച് 4 കാര്യങ്ങൾ ഈ വാക്യത്തിനകത്ത് പൗലോസ് കോടതിയിൽ അവതരിപ്പിച്ചു.
ഏത് കോടതിയിലും ആരുടെ മുമ്പിലും ആരാധനയെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും പറയാനൊരു കൃപയുണ്ടെങ്കിൽ അതിലൊരു ദൈവപ്രസാദമെങ്കിലും ഉണ്ടാവും. സ്തോത്രം. 4 കാര്യങ്ങളാണ് ഈ വാക്യത്തിനകത്ത്. ശ്രദ്ധിച്ചു വായിച്ചാൽ 4 കാര്യം ഒന്നും നമ്പർ ഇട്ട് ഇവിടെ എഴുതിയിട്ടില്ല. അത് നമ്മൾ ധ്യാനത്തിൽ ഒരു കൃപയാണ്. അതിനെ സ്തോത്രം 4 ആയിട്ട് അടർത്തിയെടുക്കുക. പ്രസംഗം തയ്യാറാക്കുമ്പോൾ സ്തോത്രം ആദ്യം ചെയ്യേണ്ടത് ഈ സംഭവത്തെ കറിക്കരിയുന്നത് പോലെ പാകപ്പെടുത്തി അരിഞ്ഞെടുക്കണം. എങ്കിലേ നമുക്കത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഈ വാക്യത്തെ ആരാധനയാണ് ഈ വാക്യത്തിലെ കേന്ദ്ര വിഷയം. അതിനെ 4 ആയിട്ട് തിരിക്കുകയാണ്. 1, ഈ വാക്യം പറയുന്നു ആര് ആരാധിക്കണം. അതിലേക്ക് നമ്മൾ വരും. എഴുതുന്നവർക്ക് വേണ്ടി, ഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പറയുന്നു. ഈ വാക്യത്തിൽ പറയുന്നു ആരാധിക്കണം. 2, ഈ വാക്യത്തിൽ പറയുന്നു എപ്പോൾ ആരാധിക്കണം, അല്ലെങ്കിൽ എപ്പോഴൊക്കെ ആരാധിക്കണം. 3, ഈ വാക്യത്തിൽ പറയുന്നു എങ്ങനെ ആരാധിക്കണം. 4, ഈ വാക്യത്തിൽ പറയുന്നു എന്തിനാരാധിക്കണം. സ്തോത്രം. ആരെ ആരാധിക്കണമെന്നൊരു ചോദ്യം ഇതിനകത്ത് ഉണ്ടാക്കാം. പിന്നെ ചോദ്യങ്ങളെല്ലാം കൂടി ഉണ്ടാക്കി ഒന്നാമത് ഈ 4 ഒന്നും പറയാൻ സമയം കിട്ടിയാൽ പിന്നെ ഒരു പോയിൻ്റോടെ ഉണ്ടാക്കിയിട്ടും വലിയ ഗെയിമൊന്നുമില്ല. സ്തോത്രം. കാരണം ആരെ ആരാധിക്കണം എന്ന് ഇവിടെ പറയേണ്ട കാര്യമില്ല. നമ്മൾ ആരാധിക്കുന്ന സർവശക്തനായ ദൈവത്തെ മാത്രമാണല്ലോ. അതുകൊണ്ട് അതിന് പോയിൻ്റായിട്ട് ഇടുന്നില്ല. ബാക്കി 4 കാര്യങ്ങൾ കമ്പിവാചകം പോലെ പറഞ്ഞ് അതിനകത്ത് അനിവാര്യമായിരിക്കുന്ന കാര്യങ്ങൾ ഞാനല്ല, പരിശുദ്ധാത്മാവ് എടുത്തു തരുമ്പോൾ അലക്ഷ്യമാകാതെ കയറി പിടിച്ചാൽ, അതുകൊണ്ട് വീട്ടിൽ പോയാൽ ഈ യോഗം തീരുന്ന നിമിഷം മുതൽ സ്വർഗം എന്ത് പറയുന്നു അത് തന്നെ സംഭവിക്കാനിടയാകും. അത് വിശ്വസിക്കാനിടയാകണം എന്നത് ഞാൻ നിങ്ങളെ സ്നേഹപുരസ്സരം ഓർപ്പിക്കുകയാണ്. സ്തോത്രം. ഞാനതിനെ ഒന്നോടെ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടാത്തവർക്ക് വേണ്ടി പറയാം. ആരാധിക്കണം എന്നവിടെ എഴുതിയിരിക്കുമ്പോൾ വിദഗ്ധനായ പൗലോസ് അവിടെ പറഞ്ഞു വെച്ച വാക്ക് കേട്ടോ. എന്താ എഴുതിയിരിക്കുന്നത്? നമ്മുടെ 12 ഗോത്രങ്ങളും. നമ്മുടെ 12 ഗോത്രങ്ങളും. അപ്പൊ ഒന്നാമത്തെ കാര്യം ആരാധിക്കണം എന്നുള്ളതിന് മറുപടി അതാണ്, നമ്മുടെ 12 ഗോത്രങ്ങൾ. ഞാൻ വിശദീകരിക്കാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. 2, സ്തോത്രം, എപ്പോഴൊക്കെ ആരാധിക്കണം. അവിടെ എഴുതിയിരിക്കുന്ന വാക്കിതാണ്. ഇനി അടുത്ത വെള്ളിയാഴ്ച വരാനല്ല, രാപ്പകൽ ആരാധിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. രാപ്പകൽ ആരാധന നടക്കുമോ? അപ്പൊ ജോലിക്ക് പോകണ്ടേ, വീട്ടുകാര്യങ്ങൾ നോക്കണ്ടേ, ഒരുപാട് ചോദ്യങ്ങൾ വന്നേക്കാം. അതിനെല്ലാം ബൈബിളിൽ മറുപടിയുണ്ട്. പക്ഷെ അതൊക്കെ അത്രയും ഡീപ്പായിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, സമയപരിമിതി ഉണ്ട്. 3-ാമത്തെ കാര്യം എങ്ങനെ ആരാധിക്കണം. ശ്രദ്ധയോടെ ആരാധിക്കണം. ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്തില്ലെങ്കിൽ ചെയ്യുന്നതേ അബദ്ധമാവും. സ്തോത്രം. നിങ്ങൾ ഹോസ്പിറ്റലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ്. ചില മെഡിസിനൊക്കെ ശ്രദ്ധയോടെ വേണം ഹാൻഡിൽ ചെയ്യാൻ. ആ മരുന്ന് ഫ്രിഡ്ജിലെ വെക്കാവൂ. ഫ്രിഡ്ജിന്റെ പുറത്ത് വെച്ചാൽ വേണ്ട. നേഴ്സുമാരോട് ചോദിച്ചിട്ട് കഥയില്ല. സ്തോത്രം. മനസ്സിലായല്ലേ? ചില മരുന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അത് ഇതിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ട്, ഇത്ര ഡിഗ്രി തണുപ്പിൽ അത് സൂക്ഷിക്കണം. അങ്ങനെ സൂക്ഷിച്ചില്ലെങ്കിൽ അത് മരുന്നല്ല, അപകടമായി മാറും. ബൈബിൾ പഠിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 5 കാര്യമെങ്കിലും വളരെ ശ്രദ്ധയോടെ ചെയ്തില്ലെങ്കിൽ ചെയ്യുന്നത് അബദ്ധമായി മാറും. പറയാൻ പറ്റുമെങ്കിൽ ഞാൻ 5 കാര്യങ്ങൾ പറയാം. സ്തോത്രം. ഈ വാക്യത്തിലെ 4-ാമത്തെ ചോദ്യം ഇതാണ്, എന്തിനാരാധിക്കണം. എന്തിനാരാധിക്കണം? ആ വാക്യം ചെന്ന് നിൽക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്താ എഴുതിയിരിക്കുന്നത്? ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിക്കാൻ ആശിക്കുന്നതായ വാഗ്ദത്തത്തിനുള്ള പ്രത്യാശ. അപ്പൊ നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും പൗലോസ് പറയുന്നു, ആരാധിക്കുന്നവൻ എന്തോ എത്തിപ്പിടിക്കുന്നുണ്ട്. സ്തോത്രം. ഞാനല്ല, എന്റെ തിയോളജി അല്ല, ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പൗലോസ് പറയുന്നു, ആ രാപ്പകൽ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിക്കാൻ ആശിക്കുന്ന വാഗ്ദത്തമെന്ന്. എന്നാൽ ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുമ്പോൾ, ഈ ആരാധന നടക്കുമ്പോൾ മനസ്സ് തുറന്ന് ആരാധിക്കുന്നവൻ എത്തിപ്പിടിക്കുന്നുണ്ടെന്തോ വസ്തുതകളല്ല. ഇന്ന് പകൽക്കാലം ഈ തിരിച്ചറിവ് നമ്മെ ധന്യരാക്കണം. ചിലത് എത്തിപ്പിടിച്ചോണ്ടേ പോകാവൂ. ആത്മീകത്തിന്റെ പ്രത്യേകത, എൻ്റെ കർത്തൃദാസന്മാരെ, പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര VIP ചമഞ്ഞ് വന്നാലും എടുത്തു വെച്ചിരിക്കുന്നത് എടുത്തോണ്ട് പോകാൻ വന്നവരാരും ഇന്ന് വരെ ഒന്നും കൊണ്ടുപോയിട്ടില്ല. സത്യമാണ്. നമ്മുടെ വരവൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അപ്പച്ചൻ ഏതാണ്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമ്മൾ വന്ന് എടുത്തോണ്ട് പോകാൻ മനസ്സിലിരിക്കുകയുള്ളൂ.
തിരിച്ച് ഞാൻ പറയാം, ഇതിനകത്ത് വരുന്നവർക്കറിയാം എനിക്ക് എത്തിപ്പിടിക്കാൻ എന്തോ ഉണ്ട്. ആ വാക്ക് നിങ്ങൾ കേട്ടോ, എത്തിപ്പിടിക്കൽ എന്ന് പറഞ്ഞാൽ സ്വത്രം മനസ്സിലായോ? എന്റെ സാധാരണ നിലയിൽ പിടിക്കാൻ പറ്റാത്തതാണ് എത്തിപ്പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആരാധന ഉദാസീനതയോടെ ആയാൽ ഒന്നും എത്തിപ്പിടിക്കാൻ പറ്റിയല്ല. എന്നാൽ നിന്നെ തന്നെ പിടിവിട്ട് നിന്റെ മുമ്പിലേക്ക് വരുന്നതിനെ, ആ വാഗ്ദത്തങ്ങളെ എത്തിപ്പിടിക്കാൻ ഹല്ലേലൂയ. ഓരോ ആരാധനയിലും, ഇനിയുള്ള ഓരോ ആരാധനയിലും ദൈവമക്കൾ ഓർത്തോളണം, ഓരോ കർത്തൃദാസന്മാരും സഭയെ ബോധിപ്പിച്ചോളണം. നിനക്ക് മരുഭൂമിയിൽ വന്ന് ജീവിക്കാൻ വന്ന നിനക്ക് ഈ രാജ്യത്ത് വെച്ച്, ജന്മനാട്ടിൽ വെച്ച് എത്തിപ്പിടിക്കാൻ പറ്റാത്ത പലതും ഇവിടെ വെച്ച് എത്തിപ്പിടിക്കാൻ പറ്റും എന്ന് ദൈവാത്മാവ് ഇന്ന് പകരക്കാലം നിങ്ങളെ ഉറപ്പിക്കുകയാണ്. എത്തിപ്പിടിക്കണം. നിങ്ങളുടെ പിള്ളേരെ പഠിപ്പിക്കണം. എടാ പോയിരുന്ന് കോളം വെട്ടി കളിക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്, മൊബൈലും വെച്ചോണ്ടിരിക്കരുത്. നിന്റെ നന്മകൾ, നിന്റെ ഭാവി നിനക്ക് വേണ്ടി ദൈവം പറഞ്ഞിരിക്കുന്നത് അത് എത്തിപ്പിടിക്കേണ്ടത് നിന്റെ യൂണിവേഴ്സിറ്റിയിലല്ല, എത്തിപ്പിടിക്കേണ്ടത് ദൈവ സന്നിധിയിലാണ്. ചേർന്ന് 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 ദൈവസന്നിധി ഉദാസീനത എല്ലാം മാറട്ടെ. നിങ്ങൾ ആത്മാവിൽ പറ, ഞാൻ ആരാധനക്കാരനാണ്, എനിക്ക് ചിലത് എത്തിപ്പിടിക്കാനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങളോട് പറഞ്ഞതുപോലെ ഈ മാർഗത്തിൽ വന്നിട്ട് എത്തിപ്പിടിച്ചോരൊക്കെ കോണി വെച്ച് കയറിയതുപോലെ കയറിയിട്ടുണ്ട്. ഹല്ലേലൂയ. വെറുതെ വന്നിരുന്നവരെല്ലാം ഇന്നും അവിടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് അബദ്ധം പറ്റാതിരിപ്പാൻ ഈ വാക്യം നിങ്ങൾ അടിവരയിട്ട് സൂക്ഷിക്കണം. ഓരോ ആരാധനയിലും നിങ്ങളുടെ വീട്ടിൽ തമ്മിൽ പറയണം, നമുക്ക് കഷ്ടമുണ്ട്, നമുക്ക് പ്രയാസമുണ്ട്, നമുക്ക് നിന്ദയുണ്ട്, പക്ഷെ മറുഭാഗത്ത് ദൈവത്തിന്റെ പക്കൽ നിന്ന് നമുക്ക് ചിലത് കിട്ടാനുണ്ട്. Glory ba shakanaya sandhara. Hallelujah, hallelujah, hallelujah. ഞാൻ 25 വർഷമായി ഒരു സഭയുടെ പാസ്റ്ററാണ്. വെണ്ണിക്കുളത്ത് എന്ന് 2-3 പേര് കൊണ്ട് തുടങ്ങിയ എന്നെ അറിയാവുന്ന പലരും ഇതിനകത്തുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്നത്തെ സ്ഥിതിയെക്കുറിച്ച് അച്ഛൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ ഈ ആളുകളെ നിരീക്ഷിച്ചിട്ടുണ്ട്, എൻ്റെ കൂടെയുള്ള ആളുകളെ. സ്തോത്രം, എത്ര പറഞ്ഞാലും വെറുതെ വന്ന് മരമുട്ടി പോലെ ഇരുന്നിട്ട് പോകുന്നവർ എന്നും ഭാരത്തിലാണ്. എന്നാൽ ശാരീരിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും, സ്തോത്രം, ജീവിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും, വണ്ടിക്കൂലിയില്ലാതെ നടന്നാ വന്നതെങ്കിലും, ആരാധനയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ, ദൈവം ഇറങ്ങി വരുമ്പോൾ, സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ എത്തിപ്പിടിച്ചവരല്ല. ഇന്ന് ചിലത് എത്തിപ്പിടിക്കണം. പരിശുദ്ധാത്മാവ് അത് ചെയ്യാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ നിന്നെ വീട്ടുകാര് വെറുത്താലും സ്വന്തക്കാര് തള്ളിയാലും എത്തിപ്പിടിക്കാൻ സ്വർഗം നിന്നെ ഒരു സ്ഥലത്ത് കൊണ്ട് എത്തിച്ചിരിക്കുക. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന, ദൈവ സാന്നിധ്യം അൻപിതമായി ഇറങ്ങി വരുന്ന, ദൈവകൃപ വ്യാപരിക്കുന്ന ഒരാത്മമണ്ഡലത്തിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തീരുമാനിക്കണം, എത്തിപ്പിടിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ആ എത്തിപ്പിടിക്കുന്നവരെ കണ്ടാൽ അറിയാം, അവര് സ്തോത്രം ഏതെങ്കിലും ഒരു നിലവാരത്തിൽ വലിഞ്ഞു പോകുകയല്ല. അവർക്കൊരവസരം കിട്ടിയാൽ അവര് ദൈവസന്നിധിയിൽ മുട്ടയിൽ നിന്നാണെങ്കിലും എഴുന്നേറ്റ് നിന്നാണെങ്കിലും എത്തിപ്പിടിക്കാൻ എന്നോട് ദൈവം പറയുന്നു, നിനക്ക് ചിലത് എത്തിപ്പിടിക്കാനുണ്ട്. സഹോദരങ്ങളെ, കർത്തൃദാസന്മാരെ, ശുശ്രൂഷയുള്ളവരെ, യേശു പറയുന്നു, ഞാൻ നിനക്ക് ഓപ്പൺ ചെയ്തിട്ടിരിക്കുക, എത്തിപ്പിടിക്കാമെങ്കിൽ പിടിച്ചോ, എത്തിപ്പിടിക്കാമെങ്കിൽ പിടിച്ചോ.
കാടപ്പക്ഷിയെ കടലിൽ നിന്ന് നീ ഇരിക്കുന്ന സ്ഥലത്ത് പറന്ന് വന്ന് നിർത്തും ദൈവം. നിന്റെ കൂട്ടിൽ വന്ന് കയറിയല്ല, നിന്റെ അടുക്കളയിൽ വന്ന് കയറിയല്ല. നിനക്ക് എത്തിപ്പിടിക്കാമെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ ശുശ്രൂഷ, നിന്റെ കൃപാവരം, നിന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം ചേർന്ന് ആത്മനിറവോട് ഇടത്തും വലത്തും ഇരിക്കുന്നവരെ ഒന്നും നോക്കരുത്. ആ രോഗസൗഖ്യം എത്തിപ്പിടിക്ക. നന്ദി കർത്താവേ, നിങ്ങളുടെ മനസ്സിനകത്ത് നീ പറഞ്ഞ് ബോധ്യപ്പെടുത്ത്. നിനക്കിനി ഒന്നും കിട്ടാനില്ലെന്നല്ല, എനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റും. ഹല്ലേലൂയ. എത്തിപ്പിടിക്കാൻ പറ്റും. ഈ വളർന്നു വരുന്ന പിള്ളേരെല്ലാം വീട്ടിൽ വെച്ച് പറഞ്ഞ് മനസ്സിലാക്കണം. സ്തോത്രം. യോഗത്തിന് പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ ചിലത് എത്തിപ്പിടിച്ചുകൊണ്ടേ വരാം. ഉള്ളതോടെ കളഞ്ഞിട്ട് വരരുത്. എത്തിപ്പിടിക്കാൻ, വിഷയത്തെ കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത് കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടത്. നിങ്ങളുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കാൻ ദൈവം എന്നെ നിയോഗിച്ചത് കൊണ്ട് ഞാൻ ബാധ്യസ്ഥനായിരിക്കയാൽ ആരാധനയുടെ നല്ല തളം ഇതിനകത്ത് വെളിപ്പെട്ട് വരുന്നുണ്ടെങ്കിലും അതിനിടയിലേക്ക് കയറിയാൽ, പ്രസംഗം മാറ്റിവെച്ചാൽ ഇതിനകത്ത് അഗ്നി ഇറങ്ങി ചിലത് ദൈവം നമ്മുടെ മേൽ പകരുമെന്ന് എനിക്കറിയാം. പക്ഷേ അത് അവസാനത്തെ ചില മിനിറ്റുകൾ നമുക്ക് അതിനു വേണ്ടി മാറ്റിവെക്കുകയും ചെയ്യാം. പക്ഷെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ബോധിപ്പിക്കേണ്ടത് എൻ്റെ ഭാഗത്ത് കർത്തവ്യമായിരിക്കുക. ഒരല്പം വിശദീകരണത്തിലൂടെ ഈ ഭാഗത്തേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാം. ഈ വാക്യത്തിൽ 4 കാര്യമുണ്ട്. സ്തോത്രം. ആരാധിക്കണം, എപ്പോഴാരാധിക്കണം, എങ്ങനെ ആരാധിക്കണം, എന്തിനാരാധിക്കണം. ഈ 4 കാര്യങ്ങൾ അതിനകത്തുണ്ടെന്ന് ഇതുവരെ നമ്മൾ അറിഞ്ഞു കാണുകയല്ല, നമ്മുടെ കുറ്റമല്ല. സ്തോത്രം. ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകതയാണ്. ചിലതൊക്കെ പൊരുൾ തിരിച്ചെങ്കിലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ആദ്യത്തെ വാചകം ആരാധിക്കണം. എന്നെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ആരാധിക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? പൗലോസ് ഇതുപോലത്തെ ഒരു വലിയ കോൺഗ്രിഗേഷന്റെ ഗസ്റ്റ് സ്പീക്കറായിട്ട് വന്നിരിക്കുകയല്ല ഇവിടെ. ഞാൻ പറഞ്ഞല്ലോ, കോടതിക്കകത്താണ്. പ്രത്യേകിച്ച് ജാതീയ രാജാക്കന്മാരാകുന്നവർ ജഡ്ജിമാരായിരിക്കുന്ന കോടതിക്കകത്ത്. അങ്ങനെ ഇരിക്കുമ്പോൾ പൗലോസ് പ്രയോഗിച്ച പ്രയോഗം കണ്ടോ? കുറച്ചുകൂടെ പിള്ളേരുടെ ഭാഷ പറയുവാണെങ്കിൽ ഇച്ചിരിയുടെ പഞ്ചുണ്ടാകാൻ, ഇച്ചിരിയുടെ ഗുമ്മുണ്ടാകാൻ. ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. ലോകത്തിലെല്ലാവരും ആരാധിക്കുന്ന ദൈവത്തെക്കുറിച്ച് ഞങ്ങൾ പറയുന്നത് പറഞ്ഞാൽ പോരെ. അപ്പൊ പൊതുവിൽ ആ കേസിന്റെ ആക്കം ചില കുറഞ്ഞു കിട്ടും. കാരണം എന്താ? ഇവനൊരു പ്രത്യേക മതത്തെ അല്ല ഉദ്ദേശിക്കുന്നത്. ദൈവം എന്ന് പറയുന്നത് ഒരു കോമൺ ആണ്, പൊതുസ്വത്താണ്. അതുകൊണ്ട് പൗലോസിന് പറയായിരുന്നു, പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവം, അഖിലാണ്ടത്തിന്റെ ദൈവം, ലോകം ആരാധിക്കുന്ന ദൈവം എന്നൊക്കെ പറയായിരുന്നു. പക്ഷേ വിദഗ്ധനായ പൗലോസ്, കൃപയുള്ള പൗലോസ് മനഃപൂർവമായി കോടതി പറഞ്ഞു, എല്ലാരും ആരാധിക്കുന്ന ദൈവം അല്ല ഞാൻ പ്രസംഗിക്കുന്ന ദൈവം. ഈ ബോധം ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന കൊച്ചു കുഞ്ഞു മുതൽ അങ്ങേ അറ്റത്തിരിക്കുന്ന പ്രായമുള്ള അമ്മ വരെ നമ്മുടെ മനസ്സിനകത്തുണ്ടാകണം. നിന്റെ പ്രശ്നം എത്ര വലുതാണെങ്കിലും, നീ കോടതിയിലാണെങ്കിലും എവിടാണെങ്കിലും, യേശുവിന്റെ നാമത്തിൽ ഞാൻ ഒന്നോടെ പറയട്ടെ, സ്തോത്രം. നിന്റെ മനസ്സിനകത്ത് കോടതിയിൽ കാട്ടു ചെന്നായ്ക്കൾ കൂട്ടമായി ഒരാടിനെ വളഞ്ഞതുപോലെ നിന്നെ വിഷയങ്ങൾ വളഞ്ഞു നിൽക്കുകയാണെങ്കിലും ആ സമയത്ത് നിന്റെ മനസ്സിനകത്തുണ്ടാകണം, എല്ലാരും ആരാധിക്കുന്നവനെ അല്ല ഞാൻ ആരാധിക്കുന്നത്. ആ ഒരു ബോധ്യത്തിൽ നിന്നാണ് വിടുതൽ ആരംഭിക്കുന്നത്. ഇന്ന് പകൽക്കാലം നീ അത് വിശ്വസിക്ക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേരളത്തിലെ ഏതെങ്കിലും മലയോര ഗ്രാമത്തിൽ നിന്നോ മറ്റു ചില സ്ഥലത്ത് നിന്നോ സ്തോത്രം ജീവിതത്തിന്റെ ഭാവി തേടി ഈ രാജ്യത്തേക്ക് വന്നപ്പോൾ അന്ന് നമ്മുടെ കയ്യിൽ ഒരു അമ്മച്ച് തന്നുവിട്ടതല്ലാത്തതൊക്കെ ആയിട്ട് ദൈവിക ബോധത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ കണ്ടേക്കാം, രൂപങ്ങളോ ചിത്രങ്ങളൊക്കെ. പക്ഷെ ഈ രാജ്യത്ത് വന്നപ്പോൾ മനസ്സിലായി, എല്ലാരും ആരാധിക്കുന്നവനെ അല്ല ആരാധിക്കേണ്ടത്. ഇവിടെ വെച്ച് പ്രശ്നങ്ങളാണ് നമ്മുടെ ഈ ബോധം വരുത്തുന്നത്.
മുമ്പോട്ട് പോകാൻ വഴിയില്ലാതെ വന്നപ്പോൾ, വിസ തീരാൻ തുടങ്ങിയപ്പോൾ, നിൽക്കക്കള്ളി ഇല്ലാതായപ്പോൾ, അന്ന് ആരെയോ ദൈവം നിന്റെ അടുക്ക പറഞ്ഞയച്ചു. അവര് നിന്നെ ബോധിപ്പിച്ചു ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ എല്ലാരും ആരാധിക്കുകയല്ല, എല്ലാരും ആരാധിക്കുന്ന ദൈവമല്ല, പിന്നെയോ നമ്മുടെ 12 ഗോത്രങ്ങൾ ആരാധിക്കുന്നവൻ. ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. കുറച്ചുകൂടെ ഗഹനമായി ശ്രദ്ധിച്ചേ. യഹൂദന്റെ നാട്ടിൽ, യഹൂദ പശ്ചാത്തലത്തിൽ യഹൂദനായിരിക്കുന്ന പൗലോസ് യഹൂദ മത നടപടികൾ അറിയാവുന്ന കോടതിയുടെ പ്രധാനികളുടെ മുമ്പിൽ ഇപ്രകാരമാണ് പറഞ്ഞത്: നമ്മുടെ 12 ഗോത്രങ്ങൾ ആരാധിക്കുന്ന സ്തോത്രം എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? ഈ സ്തോത്രം ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഈ 12 ഗോത്രങ്ങൾ നിങ്ങൾക്കറിയാം, 12 ഗോത്രങ്ങളെ കുറിച്ച്. എങ്കിലും നമുക്ക് ഇന്നത്തേതിലേക്ക് ദൂത് കൊണ്ടുവരണമെങ്കിൽ സ്തോത്രം ഈ ഗോത്രങ്ങളെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ആരാണ് 12 ഗോത്രങ്ങൾ? അബ്രഹാമിന്റെ കൊച്ചുമക്കളാണ് യാക്കോബിന് ജനിച്ച മക്കൾ. സ്തോത്രം അവരെയാണ് 12 ഗോത്രങ്ങളായിട്ട് മനസ്സിലാക്കുന്നത്. വേദപുസ്തകം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, വായിക്കുകയാണെങ്കിൽ പിടികിട്ടിയല്ല, നിങ്ങൾ ഈ വിഷയങ്ങളെ പഠന വിഷയമാക്കുകയാണെങ്കിൽ, മിസ്രയീമിൽ വെച്ച് ഇവരുണ്ടായിരുന്നു സ്തോത്രം. പക്ഷെ മിസ്രയീമിൽ വെച്ച് ഇവരെ ഒരിടത്തും ഗോത്രങ്ങളായി തിരിച്ചിട്ടില്ലായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. മിസ്രയീമിൽ അബ്രഹാമിന്റെ കൊച്ചുമക്കളാണ്. 6 ലക്ഷം പുരുഷന്മാരും സ്ത്രീകളും അടങ്ങുന്ന ഒരു ബഹു സദസ്സാണ്. സ്തോത്രം. അവിടെ ഗോത്രങ്ങളൊന്നുമില്ല. എന്നാൽ മോശ എന്നൊരു പുരുഷനെ ദൈവം അവരുടെ പാളയത്തിൽ പറഞ്ഞയച്ചു. അവർക്കൊരു വിമോചനത്തിന് ദൂത് കൊടുത്തു. ആബീബ് മാസം 10-ാം തീയതി ഒരു ആട്ടിൻകുട്ടിയെ മാറ്റിക്കെട്ടണം, 14-ാം തീയതി അറുക്കണം, അതിന്റെ ചോര കട്ലക്കാലും മേലും കുറുമ്പടി മേലും പുരട്ടണം, അതിന്റെ മാംസം കയ്പ് ചീറിയോടുകൂടെ തിന്നണം, അരമുറിക്കും കയ്യിൽ വടി പിടിച്ചോണ്ട് വേണം. ആ സമയത്ത് കാഹളം മുഴങ്ങുമ്പോൾ ഈ അടിമ രാജ്യത്ത് നിന്ന് പുറപ്പെടണം, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് വരണം എന്നുള്ള ആ സത്യവചനം അല്ലെങ്കിൽ ആ സുവിശേഷം കേട്ട് സ്തോത്ര ആട്ടിൻകുട്ടിയെ മാറ്റിക്കെട്ടി പെസഹ ആചരിച്ച് ചെങ്കടൽ കയറി മരുഭൂമിയിൽ എത്തിയപ്പോഴാണ് ദൈവം പറയുന്നു 12 ഗോത്രങ്ങൾക്ക് 12 കൊടിയടയാളം വേണം. ഇനി നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു അപ്പന്റെ മക്കളാണെങ്കിലും ഒരു കൂരയ്ക്ക് കീഴെ വളർന്നവരാണെങ്കിലും നിങ്ങളെ വ്യത്യസ്തമായി തിരിക്കുകയാണ്. സ്തോത്ര ലേവിയുടെ കൊടി ഇതായിരിക്കട്ടെ, യഹൂദയുടെ കൊടി ഇതായിരിക്കട്ടെ, സ്തോത്ര ദാനിന്റെ ഇതായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചെങ്കടൽ കയറി ഇക്കര വന്നപ്പോൾ സ്വർഗസ്ഥനായ ദൈവം അവരെ ഐഡന്റിഫൈ ചെയ്തു, അവർക്ക് അടയാളം കൊടുത്തു, അവർക്ക് കൊടി കൊടുത്തു. സമാഗമന കൂടാരം വന്നപ്പോൾ ഓരോരുത്തരും അവരവർ കയറിയിരിക്കാനല്ല പറഞ്ഞത്, ഓരോരുത്തർക്കും ദൈവം നിശ്ചയിച്ച സ്ഥാനത്ത് പാളയമടിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നവരോട് പറയാം, സ്തോത്ര ഹല്ലേലൂയ. മിസ്രയീമിൽ കടന്ന് നീ എത്ര കൈയടിച്ചാലും, മിസ്രയീമിൽ കടന്ന് എത്ര ദൈവത്തെ വിളിച്ചാലും നിനക്ക് ഗോത്രമാകാൻ പറ്റില്ല. ചെങ്കടൽ കയറണം. വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വീണ്ടെടുപ്പ് ലഭിച്ചവരെയാണ് ഗോത്രങ്ങളിൽ എണ്ണുന്നത്. ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. വീണ്ടെടുപ്പ് ലഭിക്കണം, ചെങ്കടൽ കയറണം, ദൈവം പറയുന്നത് അനുസരിക്കണം, പെസഹ ഭക്ഷിക്കണം. ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്ത് ദൈവം പറഞ്ഞിടത്തേക്ക് കാല് വെച്ച് കയറുമ്പോൾ നീ അറിയാത്തൊരു കൊടിക്കീഴ് ദൈവം നിന്നെ കൊണ്ടുവരും. ഹല്ലേലൂയ. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഒന്നോടെ ഹൈലൈറ്റ് ചെയ്ത് പറയാ, വീണ്ടെടുപ്പാണ് നമുക്കൊരു കൊടിക്കീഴിൽ വരാനൊത്തത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഒന്നോടെ തെളിച്ചു പറയാ, സൗദി അറേബ്യയിൽ വന്നപ്പോ വേറെ എങ്ങും പ്രാർത്ഥനയ്ക്ക് പോകാൻ പറ്റാതിരുന്നത് കൊണ്ട് അടുത്തൊരു അച്ചായന്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് പോയി തുടങ്ങി. ആ പോക്ക് അങ്ങനെ ഇരിക്കുവാണെങ്കിൽ നിങ്ങൾ ഇന്നും ഗോത്രമായിട്ടില്ല. എന്നാൽ ഇതിനകത്ത് വന്നത് കൊണ്ട് സത്യവചനം കേട്ടിട്ട് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുവിന്റെ നാമത്തിൽ വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഒരു വീണ്ടും ജനനവും വീണ്ടെടുപ്പ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നീയാണ് ദൈവത്തിന്റെ ഗോത്രങ്ങളിൽപ്പെട്ടത്. നിന്നെയാണ് ദൈവം ആ കൊടിക്കീഴെ കൊണ്ടുവന്നത്. ഹല്ലേലൂയ. അവരാണ് ആരാധിക്കേണ്ടത് ഈ ദൈവത്തെ. വേറെ ആരാധിച്ചില്ലെങ്കിലും ദൈവത്തിന് പരാതിയില്ല. സ്തോത്രം. ആരാധിച്ചില്ലെങ്കിലും ദൈവത്തിന് പരാതിയില്ല.
ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് എത്രയോ വാക്യം കാണിച്ചു തരാം. സ്തോത്ര ഹല്ലേലൂയ. സങ്കീർത്തനം 29 എനിക്ക് തോന്നുന്നത്, വായിക്കണ്ട. അതിന്റെ തുടക്കം ഇങ്ങനെയാണ്: ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ. അതിനർത്ഥം എന്താ? ലോകത്തിൽ ഇന്ന് 850 കോടി ആൾക്കാരുമുണ്ട്. 850 കോടി ആൾക്കാരും ദൈവത്തിന് കൊടുക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുന്നില്ല. എന്നാൽ എൻ്റെ മക്കൾ, ദൈവമക്കൾ, ദൈവപുത്രന്മാർ, അവര് ദൈവത്തിന് കൊടുക്കണം. Glory. Hallelujah. 107 സങ്കീർത്തനത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കാമോ? സ്തോത്രം. 107 സങ്കീർത്തനത്തിന്റെ 1-2 വാക്യങ്ങൾ എന്താ പറയുന്നത്? വീണ്ടെടുപ്പിനോട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന ഒരു അതീവ രഹസ്യം നിങ്ങളോട് പറഞ്ഞിട്ട് വേഗത്തിൽ ആരാധനയിലേക്ക് തന്നെ വരാം. 107 1-2 എന്താ എഴുതിയിരിക്കുന്നത്? യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ. ശ്രദ്ധിച്ച് കേൾക്കണേ. വായിക്കുന്ന ആള് വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ബൈബിള് ശ്രദ്ധിച്ചാൽ തന്നെ ഭയങ്കരമായിരിക്കുന്ന പ്രയോജനമുണ്ട്. കേട്ടോളുക. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കുമുള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായ അവന്റെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ. ആ വാക്കിന് എംഫസിസ് കൊടുക്കണം. ഏതിന്? മനസ്സിലായോ? എന്തെന്ന് പറയണം? യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് എല്ലാരും പറയണ്ട. അങ്ങനെ ദൈവത്തിന് ആഗ്രഹമില്ല. പിന്നെ ആര് പറയണം? ദൈവം വീണ്ടെടുത്ത് കൂട്ടിച്ചേർത്തവരായ അവന്റെ വിമുക്തന്മാർ എന്നും പറയണം, എന്റെ ദൈവം നല്ലവനാണ്, ആ ദൈവത്തെ പോലെ വലിയ ദൈവമില്ല. ഹല്ലേലൂയ. അപ്പൊ അടുത്തിരിക്കുന്നയാൾ അത് പറയുന്നില്ലെങ്കിൽ, അനങ്ങുന്നില്ലെങ്കിൽ പേടിക്കണ്ട. ഉള്ളിക്കതൊന്നും കിട്ടിയിട്ടില്ല, ഇത്രയും വിചാരിച്ചാൽ മതി. പക്ഷെ നിന്നെ ദൈവം വീണ്ടെടുത്തെന്നും നിന്നെ ദൈവം കൂട്ടിച്ചേർത്ത്, ആ വാക്യൊക്കെ കണ്ടോ? നിന്നെ ദൈവമായ കർത്താവ് കൂട്ടിച്ചേർത്ത് ഒരു കൂടാരത്തിന്റെ കീഴെ കൊണ്ടുവന്നെന്നും നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ നീ പറയണം, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് എനിക്ക് പറയാനുള്ള അവകാശമുണ്ട്. അവരത് പറയണം. അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകളെല്ലാം വളരെ ശ്രദ്ധേയമാണ്. സ്തോത്രം. യഹോവ വൈരിയുടെ, അവിടെ മുതൽ ഒന്നോടെ പിടിക്കണം. യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുക. ആ സ്തോത്രം. നോക്കി നമുക്ക് ഓരോന്ന് പറഞ്ഞു പോയി നമുക്ക് പ്രസംഗം തീർക്കാൻ പറ്റിയല്ല. എങ്കിലും നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടി, യഹോവ വൈരിയുടെ കൈ. വീണ്ടെടുപ്പെന്ന വിഷയം ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. നിങ്ങൾ ബൈബിൾ പഠിക്കുന്നവരുമാണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ പേപ്പറിനകത്ത്, നിങ്ങളുടെ റൈറ്റിംഗ് പാഡിനകത്ത് എഴുതി വെക്കണം, എവിടെ നിന്നൊക്കെയാണ് വീണ്ടെടുപ്പ് ലഭിക്കുന്നത്. എന്നിട്ട് ഇപ്പം ചോദിക്കരുത്, എന്നോട് വാട്സാപ്പിലൊന്നും ചോദിച്ചേക്കരുത്, തരികയില്ല. സ്തോത്രം. പോയിരുന്ന് പ്രാർത്ഥിച്ച് കണ്ടുപിടിക്കണം. ഒരു 9 കാര്യമെങ്കിലും കിട്ടും എവിടെ നിന്നൊക്കെയാണ് വീണ്ടെടുക്കുക. ഇപ്പം ഇവിടെ തന്നെ കിട്ടി, വൈരിയുടെ കയ്യിൽ നിന്നാണ്. അപ്പൊ വീണ്ടെടുപ്പ് ലഭിക്കുന്നതിനേക്കാൾ മുമ്പ് എത്ര വലിയ കൊച്ചപ്പന്റെ വീട്ടിൽ ജനിച്ചാലും അവൻ വൈരിയുടെ കയ്യിലാണ്. വീണ്ടെടുപ്പിലൂടെയാണ് വൈരിയുടെ കയ്യിൽ നിന്ന് ദൈവത്തിന്റെ കയ്യിലേക്കുള്ള ഒരു വലിയ മാറ്റമാണ്, ട്രാൻസ്ഫോർമേഷൻ ആണ് ഈ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. അത് മതം മാറുന്നതല്ല, സഭ മാറുന്നതല്ല. സ്തോത്രം. നമ്മളെ ദൈവത്തിന് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, 10-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു, എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, അവന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ ആരും പിടിച്ചു പറിക്കില്ല. സ്തോത്രം. മനസ്സിലായോ? യേശു പറഞ്ഞു, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും, അവരെ ദൈവം എനിക്ക് തന്നിരിക്കുക, അവരെ സൂക്ഷിക്കുന്നത് സ്തോത്രം ദൈവം തന്റെ ഉള്ളം കയ്യിലാണ്. അവന്റെ കയ്യിൽ നിന്ന് എന്റെ ആടുകളെ ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, യേശു പറയുന്നത് വിശ്വസിക്കുകയോ?
ആർക്കറിയാം? ഒന്നോടെ ചോദിക്കാം, യേശു പറയുന്നത് വിശ്വസിക്കുകയോ? സ്തോത്രം. 25% ആളുകൾ വിശ്വസിക്കുക, അവർക്ക് വേണ്ടി ബാക്കി പ്രസംഗിക്കാം. കേട്ടെ, യേശു പറയുന്നു, യോഹന്നാൻ 10 സ്തോത്രം 24 23 എവിടെയെങ്കിലും ആയിരിക്കും. നീ അത് തപ്പിയെടുക്കാൻ നേരമില്ല, സമയമാണെങ്കിൽ എന്നെ കണ്ട ക്ലോക്കിന് പേടിയാ, വേഗത്തിൽ ഓടും. അതുകൊണ്ട് സ്തോത്രം, എത്ര സമയം തന്നാലും സംഭവം എങ്ങെത്തിയല്ല. അത് ഈ പുൽപ്പിറ്റിൽ ലഭിക്കുന്ന പ്രകാശനം കൊണ്ടാണ് കേട്ടോ. അവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ്? അവയെ തന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, അവൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുവാണ്, വ്യാഖ്യാനമല്ല. യേശു പറയുന്നു, നീ മര്യാദയ്ക്ക് എൻ്റെ ആടായി മാറിയാൽ, എൻ്റെ ആടായി മാറിയത് കൊണ്ട് എൻ്റെ അപ്പന് നിന്നോട് ഭയങ്കര സ്നേഹമാണ്. കാരണം എന്നെ ഇവിടെ അയച്ചത് നിന്നെപ്പോലുള്ളവരെ വീണ്ടെടുക്കാനല്ലേ. അപ്പൊ നീ നിന്റെ സ്വഭാവം മാറ്റി എൻ്റെ കുഞ്ഞാടായി മാറിയപ്പോൾ എൻ്റെ അപ്പന് നിന്നോട് ഭയങ്കര സ്നേഹമാണ്. അവൻ നിന്നെ കയ്യിൽ നിന്ന് താഴെ വെക്കുകയല്ല. ആ രംഗം നിങ്ങൾ മനസ്സിൽ കാണണം. അവന്റെ കയ്യിലാണ് നിങ്ങൾ. നിങ്ങളെ അവന്റെ കയ്യിൽ നിന്ന് ഒരുത്തനും പിടിച്ചു പറിക്കാൻ കഴിയില്ല. ഇത് ഇവിടെ വെച്ച് ആമീൻ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറയരുത്. സ്തോത്രം. ഇന്നലെ രാത്രി മുഴുവൻ എന്നെ മറ്റവൻ കൊണ്ടുപോയിരിക്കുകയായിരുന്നു. എന്നിട്ട് എന്നെ കുലുക്കിക്കൊണ്ടിരുന്നു. നേരം വെളുത്തപ്പോൾ കൊണ്ട് കട്ടിലേക്ക് കടത്തി. അതിൻ്റെ നടുവേദനയാ, പ്രാർത്ഥിക്കണമെന്ന് പറയരുത്. മറ്റവൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പിശാചിനെയാണ്. ശരിക്കും ദൈവമക്കളാണെങ്കിൽ അവരപ്പൻ്റെ കയ്യിലാണ്. ഞാനല്ല പറഞ്ഞത്, യേശുവാ പറഞ്ഞത്. ആ കയ്യിൽ നിന്ന് എന്നെ ആർക്കും വലിച്ചു പറിക്കാൻ പറ്റിയല്ല. അത് വിശ്വസിച്ചാൽ തന്നെ ഇന്ന് പകൽക്കാലം നിന്റെ മാനസിക ടെൻഷൻ മാറിക്കിട്ടും. ഞാൻ എൻ്റെ ദൈവത്തിന്റെ കയ്യിലല്ലേ. സ്തോത്ര, ഹല്ലേലൂയ. ഞാൻ അഹങ്കാരിയായിട്ടല്ല കേട്ടോ പാസ്റ്റർമാരെ. എന്നോട് ഇങ്ങനെയൊക്കെ വന്ന് പറയുമ്പോൾ ഞാൻ പറയപ്പോൾ എൻ്റെ വചനത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, അപ്പോൾ ഇതുമായിട്ട് എങ്ങനെ സാറേ ലോജിക്കായിട്ട് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് ഇറങ്ങിപ്പോയാലല്ലേ മറ്റവൻ കടിച്ചോണ്ട് പോവുള്ളൂ അല്ലേ. അപ്പം ഞാൻ അപ്പൻ്റെ കയ്യിൽ നിന്ന് പിടച്ചിറങ്ങിപ്പോയാൽ എന്നെ ചെന്നായോ മറ്റവനോ കടിച്ചോണ്ട് പോകും. ഞാൻ എൻ്റെ അപ്പൻ്റെ കയ്യിലിരുന്നാൽ എങ്ങനെ? ആ ചോദ്യം ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, പക്ഷെ ഐപാസ് ഇറങ്ങിപ്പോയില്ല. ഇല്ല, എന്നാ പിന്നെ പാസ്വേഡല്ലായിരിക്കും, കുഴപ്പമില്ല, പോവാ. നമ്മളത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ 3 ദിവസം ഉപവാസം വെച്ച് കുറേ പേരോട് പറഞ്ഞ് ഉറക്കം കെട്ട് പിന്നെ വെറുതെ വിഷമിക്കേണ്ടി വരും. കയ്യിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് പിന്നെ കുറ്റം പറയരുത്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ മരണം വരെ അങ്ങയുടെ കയ്യിൽ നിന്ന് താത്തി വെക്കരുത്. ഹല്ലേലൂയ. മരണം വരെ എന്നെ അങ്ങയുടെ കയ്യിൽ നിന്ന് താത്തി വെക്കരുത്. ആർക്കും വിട്ടുകൊടുക്കരുത്. ഒരുത്തനും കയറി പിടിക്കാൻ പറ്റരുത്. ഹല്ലേലൂയ. പെട്ടെന്ന് പറയാം, സമയം പോകുന്നു, പെട്ടെന്ന് പറയാം. ആ വാക്ക് ചെന്ന് നിൽക്കുന്ന കണ്ടോ? വീണ്ടെടുപ്പ് കിട്ടി, വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുപ്പ് കിട്ടി. എന്നിട്ട് എല്ലായിടത്തും ദൈവം കൂട്ടിച്ചേർത്തു. ആ വാക്കിൻ്റെ അർത്ഥം എന്താ? പഴയ നിയമത്തിലാണ് വ്യാഖ്യാനിക്കണം. എല്ലാ ഗോത്ര എവിടെ നിന്നൊക്കെയാണ് കൂട്ടിച്ചേർത്ത്? കിഴക്ക്, തെക്ക്, വടക്ക്, പടിഞ്ഞാറ് എന്നൊക്കെ എഴുതിയിട്ടില്ലേ? ആ സ്തോത്രം. ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ എല്ലായിടത്തും അത് പഴയ നിയമത്തിൻ്റെ ഒരു ഭാഗമാണ്. പുതിയ നിയമത്തിൽ സ്തോത്രം ദൈവമകൾ പറഞ്ഞ വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും കൂട്ടിച്ചേർത്തൊരു കൂട്ടര് ലോകത്തിലുണ്ടെങ്കിൽ അത് നമ്മളാണ്, വേറെ ആരുമില്ല. ഈ മാർഗത്തിന്റെ പ്രത്യേകത ഇത് പെറ്റുപെരുകിയതല്ല, കൂട്ടിച്ചേർത്തതാണ്. കണ്ട കല്ലിനെ മണ്ണിനെയും ആരാധിച്ച് കുടുംബദൈവങ്ങളെ കുലദൈവങ്ങളെ സേവിച്ച് അങ്ങനെ പോകുന്ന ഞങ്ങളെ സ്വർഗസ്ഥനായ ദൈവം അരിച്ച് പെറുക്കിയെടുത്ത് ഇന്ന് കൂട്ടിച്ചേർത്ത് നിർത്തിയിരിക്കുക. കാഹളം ധ്വനിക്കേണ്ട താമസമേ ഉള്ളൂ. കാഹളം ധ്വനിച്ചാൽ ഇവിടെ നിന്ന് പറന്നു പോകും. ഹല്ലേലൂയ. ആ പ്രത്യേകത കൂട്ടിച്ചേർത്ത് കഴിഞ്ഞപ്പോൾ ആ വാക്ക് ചെന്ന് നിൽക്കുന്നത് ഇങ്ങനെയാണ്. വീണ്ടെടുപ്പും ലഭിച്ചു. കൂട്ടിച്ചേർത്ത് കഴിഞ്ഞപ്പോൾ അവരെ എന്തെന്നാ വിളിച്ചിരിക്കുന്നത്? വിമുക്തന്മാർ. ആ പദം തന്നെ ചോര തിളയ്ക്കുന്ന പദമാണ്. വിമുക്തൻ.
വിമുക്തൻ. ചിലപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ബൈബിള് വ്യാഖ്യാനിക്കാൻ മലയാളത്തോടത്തോളം പറ്റിയ ഭാഷ വേറെ ഇല്ലെന്ന്. കാരണം നിങ്ങൾ വേറെ ഏത് വാക്യത്തിൽ പോയാലും ഈ വിമുക്തൻ എന്നുള്ള മീനിങ് കിട്ടിയല്ല. വേറെ വലിയ വാക്ക് കാണും, ശരിയായിരിക്കും. പക്ഷെ മലയാളത്തിൽ എൻ്റെ മാതൃഭാഷയിൽ ആ വാക്യം ഗംഭീരമാണ്. കാരണം വീണ്ടെടുപ്പ് കിട്ടിയപ്പോൾ ആ വാക്യം എന്നോട് പറയുന്നു, ഞാൻ ഒത്തിരി കാര്യത്തിൽ നിന്ന് വിമുക്തനായി. അതല്ലേ വാക്കിനർത്ഥം? സ്തോത്രം. എന്നെ യേശു വീണ്ടെടുത്തപ്പോൾ, ഞാൻ ജീവന്റെ പുസ്തകത്തിൽ പേര് വന്നപ്പോൾ, എന്റെ പേർക്ക് യേശു ചോര ചൊരിഞ്ഞപ്പോൾ, ഞാനത് വിശ്വസിച്ചപ്പോൾ, എന്റെ മേൽ ദൈവകൃപ ഇറങ്ങി വന്നപ്പോൾ, എന്നെ ദൈവം മകനാക്കിയപ്പോൾ, ഞാൻ ഒരുപാട് കാര്യത്തിൽ നിന്ന് വിമുക്തനായി. ഇനി എനിക്കത് പേടിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഹോംവർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, രണ്ടാമത് എഴുതി വെക്കുക. വീണ്ടെടുപ്പ് കിട്ടിയപ്പോൾ ഏതൊക്കെ വിഷയത്തിൽ നിന്നാണ് വിമുക്തനായത്? സ്തോത്രം. അങ്ങനെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. എന്നിട്ടൊരു 4 പ്രസംഗം പ്രസംഗിച്ച ജീവിതം മാറി കിട്ടും. മനസ്സിലായോ? അതൊക്കെ സംഭവം അറിയേണ്ടത്. ഐഡിയ ഞാൻ തരാം, അല്ലെങ്കിൽ പിന്നെ എന്നെ പാസ്റ്ററായിട്ട് ഇവിടെ നിർത്തണം. ചുമ്മാ പറഞ്ഞ കേട്ടോ, പേടിക്കണ്ട. ഐഡിയ ഞാൻ തരാം. ആ കാര്യം നോക്കണം. വിമുക്തൻ എന്ന് പറഞ്ഞാൽ എക്സംഷനാണ് എനിക്ക്. സ്തോത്രം. മനസ്സിലായോ? എന്നെ കാണുമ്പോൾ ചില ആളുകളങ്ങ് മാറിക്കോളും. കാരണം ഞാൻ അവരുടെ കസ്റ്റഡിയിൽ നിന്ന് വിമുക്തനാണ്. സ്തോത്രം. വിമുക്തനാണ്. സ്തോത്രം. എന്തിന്നൊക്കെയാണെന്നറിയാമോ? ഞാൻ ഒരു ക്ലൂ തരാം. റോമലേഖനം 8:1 വായിക്കുന്നുണ്ട്, ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക്. അതിനർത്ഥം എന്താ? ശിക്ഷാവിധി ഞാൻ എക്സംഷനായി, ഞാൻ വിമുക്തനായി. യേശു ക്രിസ്തുവിന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടപ്പോൾ ഇനി എനിക്ക് ശിക്ഷാവിധിയില്ല, ന്യായവിധിയില്ല. ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോൾ ബാലശിക്ഷ ഉണ്ടാവും, ബാലശിക്ഷ ഉണ്ടാവും. പക്ഷെ ശിക്ഷാവിധി ലോകത്തോടുകൂടെ നശിക്കുന്നതാണെന്ന് കർത്തൃമേശ നടത്തുമ്പോൾ വായിക്കുന്ന ഭാഗത്ത് എഴുതിയിട്ടുണ്ട് പൗലോസ്. അതിൽ നിന്ന് ഞാൻ വിമുക്തനായി. ഇനി അതിനേക്കാളും അപ്പുറം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം പറയാം. നാം യേശുവിനാൽ വീണ്ടെടുക്കപ്പെട്ടപ്പോൾ ഇവിടത്തെ സകല ആസ്ട്രോളജിക്കൽ പവറിൽ നിന്നും നമ്മൾ വിമുക്തരായി. അത് മനസ്സിലായോന്നറിയില്ല. ദൈവത്തെ ഓർത്ത് ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ആസ്ട്രോളജിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? ജ്യോതിശാസ്ത്രം. അങ്ങനെ സംഭവം ഉണ്ടോ? ഉള്ളതാണ്. ബൈബിൾ പറയുന്നു, ഇയ്യോബിന്റെ പുസ്തകത്തിൽ പറയുന്നില്ലേ, കാർത്തികയെയും മകരത്തെയും നിനക്കറിയുമോ? രാശിചക്രം എന്ന് പറയുന്ന സാധനം കേട്ടിട്ടുണ്ടോ? ജോത്സ്യന്റെ കയ്യിലൊക്കെയാണ് സംഭവം. പക്ഷെ ബൈബിൾ പറയുന്നു, അത് നമ്മളെപ്പോലത്തെ ഉപദേശില്ല. ദൈവം പറയുന്നു രാശിചക്രം ഉണ്ട്, സപ്തർഷി മക്കളും ഉണ്ട്. അതിന് ഭൂമിയുമായിട്ട് വാക്യം നിങ്ങൾ പിന്നീട് ഇച്ചിരിയോടെ നല്ല ഭാഷകൾ തപ്പിയെടുത്ത് പഠിക്കണം. ആ കാർത്തികയ്ക്കും മകയിരത്തിനും. ഏത് കാർത്തികയാ? നമ്മുടെ നാട്ടിലെ കാർത്തിക അല്ല. സ്തോത്രം. നക്ഷത്രത്തിന്റെ പേരാണ്, ജ്യോതിശാസ്ത്രമാണത്. അതിന് മനുഷ്യന്റെ പാർപ്പിടവുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ അവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഉണ്ട്, ബാധകമാണ്. പക്ഷേ ഇനി നിങ്ങൾ വായിക്കേണ്ട ഒരു വാക്യം എവിടെന്നറിയാമോ? കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം വായിച്ചേ. കൊലോസ് ലേഖനം 2:20. കൊലോസ് 2:20 വായിച്ചേ. കൊലോസ് 2:20. ആ വാക്ക് കേട്ടോ. നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ലോകത്തിന്റെ, ആ വാക്ക് ശ്രദ്ധിക്കണം. നമ്മൾ ഗമനിക്കാതെ പോകുന്ന വാക്ക്, ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന വാക്ക്, കമന്റേറിയന്മാർ വ്യാഖ്യാനിക്കാതെ വിട്ട വാക്ക്. എന്നെ കേൾക്കുന്ന ഭാഷാ പരിചയമുള്ള, ജ്ഞാനമുള്ള, മറ്റു ഭാഷകൾ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ദൈവദാസന്മാർ ആ വാക്യത്തിന് മുമ്പിൽ മെനക്കെടണം. 1, 2, 3 ഭാഗത്ത് എഴുതിയിട്ടുണ്ട് ലോകത്തിന്റെ ആദ്യ പാഠം എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ചിന്തിക്കാറില്ല. ഇംഗ്ലീഷ് നോക്കിയാലും പെട്ടെന്ന് പിടികിട്ടിയല്ല. അവിടെ പൗലോസ് പറയുന്നു, ലോകത്തിന്റെ ആദ്യ പാഠം സംബന്ധിച്ച് നാം മരിച്ചു. ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ 3 കാര്യം സംബന്ധിച്ച് മരിക്കണം. ആ വാക്കൊന്നൂടെ കേൾക്കണം. 3 കാര്യം സംബന്ധിച്ച്. 1, ഗലാത്യർ 2:19 പറയുന്നു, ന്യായപ്രമാണ സംബന്ധമായി മരിക്കണം.
അത് യഹൂദ പശ്ചാത്തലത്തിൽ എഴുതിയതുകൊണ്ട് അവർക്ക് ന്യായപ്രമാണം. നമ്മളെ സംബന്ധിച്ച് സ്തോത്രം, നമ്മുടെ മുൻകാല പാരമ്പര്യങ്ങൾ, നമ്മുടെ കസ്റ്റം, ഈ നാട്ടിൽ ജനിച്ചു വളർന്നപ്പോൾ മരിക്കുക എന്ന് പറഞ്ഞാൽ, അവിടെ മുതലൊക്കെ പഠിപ്പിക്കണമെങ്കിൽ സംഭവം മരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം വേർപെടുക. ബൈബിളിൻ്റെ മീനിങ്ങിലേക്ക് വരണം. ഡിക്ഷണറി മീനിങ് അല്ല, ബിബ്ലിക്കൽ മീനിങ്. അടർന്നു മാറുക, തീവണ്ടി തലയഞ്ചിനുമായിട്ട് ഓടി വരുന്നത്. സ്തോത്രം, എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ വരുമ്പോൾ ഒരാൾ വന്നിട്ടൊരു കൊളുത്തങ്ങ് പിടിക്കുമ്പോൾ എഞ്ചിൻ മാത്രം ഓടിപ്പോകും, ബോഗിയല്ല അവിടെ കിടക്കും. അത്രയേ ഉള്ളൂ മരണം. സ്തോത്രം, അത്രയേ ഉള്ളൂ മരണം. അപ്പൊ തലയിഞ്ചൻ അങ്ങ് വിടിയിച്ചു. വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ ഇന്നലെ വരെ കൊണ്ടു നടന്ന ആചാരങ്ങൾ, കഷ്ടം, അത് സംബന്ധിച്ചു മരിച്ചു. അതുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. സ്തോത്രം. പിന്നെ എന്താണെങ്കിലും നാട്ടിൽ ഒത്തിരി പരിപാടിയുണ്ട്, നമ്മുടെ പ്രാദേശിക ഉത്സവങ്ങൾ. പക്ഷെ വേദപുസ്തകത്തിനകത്ത് ചേരാത്തതും അതിൻ്റെ അർത്ഥം തപ്പിച്ചെല്ലുമ്പോൾ നമുക്ക് കേടുവരുത്തുന്നതുമാണെങ്കിൽ ആ വിഷയം സംബന്ധിച്ച് മരിച്ചേക്കണം. സ്തോത്രം. നമ്മളോട് ബന്ധമില്ല. സോറി, ഞാൻ ആ വിഷയത്തിൽ മരിച്ചയാളാ. രണ്ടാമത്തത് പറഞ്ഞിരിക്കുന്നത് റോമാലേഖനം 6:11, പാപസംബന്ധമായി മരിക്കണം. പാപം, ആ വിഷയത്തോടുള്ള ബന്ധത്തെ നമ്മൾ വേർപെട്ടു. റോമാലേഖനം കൈകാര്യം ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർത്തോളണം. പാപം എന്ന ഏകവചനവും പാപങ്ങൾ എന്ന ബഹുവചനവും രണ്ടിനെ രണ്ടായി പഠിക്കണം. ഒരു ദിവസത്തെ പഠിക്കാനുള്ള വഴിയുണ്ടത്. ഏകമനുഷ്യനാൽ പാപങ്ങളല്ല, പാപം അത് മനുഷ്യനിലേക്ക് കടന്നു. ലോകത്തിലേക്ക് കടന്നത് മനുഷ്യനിലേക്ക് കടന്നു. അതാണ് ആദാമ്യ പാപം. ആ പാപം നാം രക്ഷിക്കപ്പെട്ടപ്പോൾ അത് ദൈവം മുറിച്ചു കളഞ്ഞു. ഇനി അതിൻ്റെ ഒരു ശാപവും നിനക്ക് വരികയില്ല. ആ പാപത്തിൽ നിന്ന് മോചനമായി. ഇനി പാപങ്ങൾ എന്ന് പറയുന്നത്, സ്തോത്രം, നമ്മൾ പുറകെ ജീവിക്കുമ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ ദൈവത്തിൻ്റെ പ്രമാണ വിരുദ്ധമായി ചെയ്യുമ്പോൾ അത് പാപങ്ങൾ എന്ന കാറ്റഗറി വരുന്നു. അങ്ങനെ ഒരു വിഷയം വന്നാൽ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാനിത് എഴുതുന്നു. ചെയ്തു എങ്കിലോ യേശു എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സ്വർഗത്തിലുള്ളത് കൊണ്ട് ഏറ്റുപറഞ്ഞാൽ അവൻ നമ്മോട് ക്ഷമിക്കും. അന്നന്ന് ആ കാര്യങ്ങൾ ക്ലിയർ ചെയ്തു പോകണം. പക്ഷെ മറ്റേത് പൂർത്തീകരിക്കാതെ ഏത് ആദാമ്യ പാപത്തിന് പരിഹാരം വരാതെ മരിക്കുന്നതെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ പൊട്ടും. കാരണം അതിന്റെ പരിഹാരത്തിന് യേശു ഇവിടെ വന്നിട്ട് നീ വേദപുസ്തകം കൊണ്ട് നടന്നിട്ട് നീ അത് അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ നിന്റെ കുഴപ്പമാണ്. അതിന്റെ പരിഹാരം രക്ഷിക്കപ്പെടലിൽ സംഭവിച്ചിരിക്കണം. മറ്റതെല്ലാം ഏറ്റു പറഞ്ഞിരിക്കണം. അപ്പോൾ ന്യായപ്രമാണം സംബന്ധിച്ച് മരിക്കണം, പാപം സംബന്ധിച്ച് മരിക്കണം. മൂന്നാമത്തതാണ് കൊലോസിൽ വായിച്ചത്, ലോകത്തിന്റെ ആദ്യ പാഠം സംബന്ധിച്ച്. ലോകത്തിന്റെ ആദ്യ പാഠം എന്നുള്ള വാക്കിന് സ്തോത്രം ബിബ്ലിക്കൽ നിഘണ്ടു തരുന്ന മീനിങ് ദ റൂളിംഗ് പവർ ഓഫ് യൂണിവേഴ്സ്. നമ്മൾ പറയാം ദ റൂളിംഗ് പവർ ഓഫ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ ഭരിക്കുന്ന ഒരു പവറുണ്ട്. അതിന്റെ പ്രഭു സാത്താനാണ്. എന്നാൽ അതിന്റെ നെറ്റ്വർക്ക് ഈ പറയപ്പെടുന്ന പോലെ ആസ്ട്രോളജിക്കൽ പവറായി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. നീ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ നിന്നെ സംബന്ധിച്ച് ആ അട്രാക്ഷൻ, ആ ബാധിച്ചിരുന്നത്, പരമ്പരാഗതമായി നിന്റെ പിതാക്കന്മാർ സേവിച്ചും പൂജിച്ചും വെച്ചിരുന്നത്, അതിനോട് ബന്ധപ്പെട്ട് ഗണിച്ചും കുണിച്ചും വെച്ചിരുന്നത്, യേശുവിൽ കയറിയപ്പോൾ ആ വിഷയം കട്ടായി, മരിച്ചു. ഇനി യൂണിവേഴ്സൽ പവർ അഥവാ ആസ്ട്രോളജിക്കൽ പവറിന് നിന്റെ മേൽ അവകാശമില്ല. അപ്പൊ കണ്ടകശനി, ചൊവ്വാദോഷം, ശകുനപ്പഴ പോയുണ്ടോ? അതുകൊണ്ടായിരുന്നു നമ്മൾ പിടിച്ചു നിന്നുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവൻ ഇതൊന്നും ബാധകമല്ല. അവൻ അത് സംബന്ധിച്ച് മരിച്ചു. സ്തോത്രം. അതുകൊണ്ട് ഇതൊന്നും നിന്റെ മേ കയറിയല്ല. സ്തോത്രം. നിനക്ക് ഏത് കണ്ടകശരിയുടെ നടുക്കും കയറി കല്യാണം കഴിക്കാം. സ്തോത്രം. നമുക്കങ്ങനെ ഒന്നില്ല. നമുക്ക് രാഹുകാലം ഇല്ല. കാരണം അതൊക്കെ ആസ്ട്രോളജിക്കലാണ്.
വീട് വെക്കാൻ നേരത്ത് ഇത് കേട്ട് ഈ ഹോളിനകത്തിരിക്കുന്ന, പുറത്തേക്കൂടെ നടക്കുന്നവർ രക്ഷപ്പെട്ടു. ഇതിനകത്തിരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇത് കേൾക്കുന്നവർ, ഇനി വീട് വെക്കാൻ നേരത്ത് വാസ്തു നോക്കിയാൽ ദൈവം നിങ്ങളെ അടിക്കും. അതിന്റെ കാരണം വാസ്തു ആസ്ട്രോളജിക്കലാണ്. നീ രക്ഷിക്കപ്പെട്ടപ്പോൾ അതുമായിട്ട് നിനക്ക് യാതൊരു ബന്ധവുമില്ല. നിന്റെ വെല്ലിപ്പച്ചൻ പറഞ്ഞാലും ആശാരി പറഞ്ഞാലും ആർക്കിടെക്ട് പറഞ്ഞാലും ഞങ്ങൾ അതിൽ മരിച്ചവരാന്ന് പറയാൻ ഈ വാക്യം വെച്ച് ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വന്നവൻ ആർച്ചത ഉണ്ടാകണം. ഒരു കാര്യമില്ല. ഈ ഭൂമിയും അതിന്റെ പൂർണ്ണതയും എന്റെ ദൈവത്തിന്റെയാ. ഞാൻ ഈ ഭൂമിയിൽ ഒരു ജന്മം ജീവിക്കുമ്പോൾ അവന്റെ പാദപീഠത്തിന് 10 സെന്റ് സ്ഥലം എനിക്ക് തന്നു. അതിന്മേൽ വാസ്തുവിന് യാതൊരു അവകാശവും ഇല്ല. ഞാൻ ഇവിടെ എന്റെ കുഞ്ഞുങ്ങളുമായി പാർക്കും. ഈ വേലിക്കകത്ത് കയറിപ്പോകരുത് എന്ന് പറയാൻ നിനക്ക് അധികാരമുണ്ട്. അധികാരമുണ്ട്. അതാ വീണ്ടെടുപ്പ്. ഇത് പറയും, മറ്റേത് വിശ്വസിക്കാൻ ചെയ്താൽ പമ്പര വിഡ്ഢികളല്ലേ നിങ്ങളല്ല, വിശ്വസിക്കുന്നവർ. സ്തോത്രം. മനസ്സിലായല്ലോ? ഇത് കേട്ട സ്ഥിതിക്ക്, ഇത് പറയാനല്ല ഇവിടെ നിന്നത്, ഇത് കേട്ട സ്ഥിതിക്ക് നിങ്ങൾ പെട്ടു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറയായിരുന്നു, ഞങ്ങളോട് ആരും പറഞ്ഞില്ല ദൈവമേ, ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഇനി നിങ്ങൾക്ക് ദൈവസിംഹാസനത്തിന്റെ മുമ്പിൽ അറിയില്ലെന്ന് പറയാൻ പറ്റിയല്ല. ഈ കാര്യം അറിഞ്ഞുപോയി. സ്തോത്രം. അപ്പൊ ശ്രദ്ധിച്ചേ, 12 ഗോത്രങ്ങൾ അഥവാ ഈ പറഞ്ഞതുപോലെ ഇതൊക്കെ വിശ്വസിക്കുന്നവർ, അവർക്ക് ഈ ദൈവത്തെ ആരാധിക്കാൻ പറ്റുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുവന്ന് ഫെലിസ്തീന്റെ നാട്ടിൽ വെച്ചപ്പോൾ അവരവസാനം തലേ കൈവറ്റിച്ചത് ചോദിച്ചു, ഈ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ ആർക്ക് കഴിയും? എങ്ങനെയെങ്കിലും കൊണ്ട് കളയ സാധനം. അതുകൊണ്ടാ പറഞ്ഞത്, എല്ലാവർക്കും ഈ ദൈവ സിയോൻ ഗീതാവിന് മേടിക്കാൻ പാട്ട് പാടാം, അത് വേറെ കാര്യം. പക്ഷെ ആരാധന വേറെയാണ്. അവന്റെ മുമ്പിൽ നിന്നെങ്കിലേ ആരാധിക്കാൻ പറ്റുള്ളൂ. പാട്ട് പാടാൻ ഇതുപോലത്തെ മൈക്ക് കിട്ടിയാൽ മതി, പക്ഷെ ആരാധന വേറെ. ഇന്ന് പകലിൽ ആരാധിക്കുന്നവർ വന്നിട്ടുണ്ടോ? ആരെ? സനാതനനും സർവശക്തനുമായ മഹാദൈവത്തെ ആരാധിക്കുന്നവർ. അവർക്കായിട്ട് സ്തോത്രം. സ്തോത്രം. അപ്പൊ ആരാധിക്കണം എന്ന ചോദ്യത്തിന് വേദപുസ്തകം മറുപടി തരുന്നു. 12 ഗോത്രങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത്. അവരെ നമ്മൾ കീറിപ്പൊളിച്ച് ആരാണ് അവിടെ നിന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മളോട് പറഞ്ഞു, വീണ്ടെടുപ്പ് ലഭിച്ച് വിമുക്തരായവർ, ഈ വക കാര്യങ്ങളിൽ നിന്നൊക്കെ എക്സംഷൻ കിട്ടിയവർ. അവരാരാധിച്ചില്ലെങ്കിലും പ്രശ്നം കേട്ടോ. ഒന്നുകിൽ ആരാധിക്കാതിരിക്കുവാണെങ്കിൽ മറ്റേ കൂടെ പോണം. ഇടയ്ക്കിടയ്ക്ക് ജാതകമൊക്കെ എടുത്ത് നോക്കൂ. സ്തോത്രം. അങ്ങനെ പോകണം. അതല്ലെങ്കിൽ ഇവിടെ വന്നാൽ ആരാധിച്ച് നേടണം. രണ്ടിലും പെട്ട് ഇടയിലും വഴിയിലും അല്ലാതെ ആകരുത്. ഏതൊക്കെയാലും വീണ്ടെടുപ്പ് ലഭിച്ച് ഇവിടെ വന്നെങ്കിൽ ഇനി പുറകോട്ട് പോകരുത്. ഇനി നീ ദൈവത്തെ ആരാധിക്കണം. ഇനി 2 കാര്യങ്ങൾ ഇടയ്ക്കത്തെ വിടുകയാണ്. ഏതാണ്? സ്തോത്രം. എപ്പോഴാരാധിക്കണം, എങ്ങനെ ആരാധിക്കണം, എന്തിനാരാധിക്കണം എന്നതിനെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാന ഭാഗത്തേക്ക് വരാം. ഈ വാക്യത്തിൽ പറഞ്ഞല്ലോ, നമ്മളവിടെ എഴുതിയിരിക്കുന്നു. വേണമെങ്കിൽ തിരിച്ചു ചോദിക്കാം, ആരാധിക്കുന്നത് വാഗ്ദത്തം നേടാനാണെന്ന് ചോദിക്കാം. പക്ഷെ ഞാനല്ലല്ലോ, ബൈബിളല്ലേ പറഞ്ഞത്. ബൈബിളല്ലേ പറഞ്ഞത്. ഇനി ഞാൻ വീണ്ടും പറയുന്നു, പാട്ടോ 1 മണിക്കൂറിലെ നമ്മുടെ ഇതല്ല, മറിച്ച് രാപ്പകലെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതമാണ് ആരാധന. അങ്ങനെ ജീവിച്ച് ആരാധിച്ചെങ്കിലേ ചിലത് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ മറക്കുന്നില്ല. പക്ഷെ എനിക്കിത് ചുരുക്കേണ്ട ആവശ്യമായിരിക്കാൻ ഞാൻ അവസാന വാക്കുകളിലേക്ക് വരാം. സ്തോത്രം. ആരാധിക്കുന്നവൻ ചിലത് എത്തിപ്പിടിക്കും, പിടിക്കണം. അതിന് തെളിവ് എൻ്റെ 4-5 കൂട്ടമുണ്ട്. പക്ഷെ ഒരെണ്ണം ഞാൻ പറയാം. ഒരെണ്ണം പറയാം. അത് സംഖ്യാപുസ്തകത്തിൽ നിന്നായിക്കോട്ടെ. സംഖ്യാപുസ്തകത്തിൻ്റെ 21-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ച് നമ്മൾ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. ഈ ഭാഗോടെ വായിച്ചതിന് ശേഷം ദൈവമായ കർത്താവ് നിങ്ങളോട് എന്തെങ്കിലും ഇടപെട്ടെങ്കിൽ അത് വെച്ച് നമ്മൾ ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് ശക്തമായി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങും.
ആ സമയത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ പ്രത്യേകിച്ച് ഈ പറയാൻ പോകുന്ന ദൈവത്തിൻ്റെ ദൂത് വെച്ച് ഇന്നലെയൊക്കെ കേട്ടതുപോലെ അവരുടെ മേലെ കൃപയൊക്കെ ഇറങ്ങി ദൈവം പറയുന്ന കാര്യങ്ങൾ അവർ നിറയേണ്ടതിന് മക്കളൊക്കെ ഇടയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് മുമ്പിലേക്ക് കയറ്റി വിട്ടേക്കണം. പുറത്തോ അപ്പുറത്തെ ഹോളിലൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെയൊക്കെ കയറ്റി നിർത്തണം, യൗവനക്കാരെയൊക്കെ ആ സമയത്തേക്കാകുമ്പോൾ കേട്ടോ. ഇതോടെ ഒന്ന് വിശദീകരിക്കണം, 10 മിനിറ്റോടെ എടുക്കും. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് സ്തോത്രം നമുക്ക് ആ ഒരു പ്രാർത്ഥനയിലേക്ക് പോകാം. വായിച്ചാട്ടെ 21:16 മുതൽ 18 വരെ. അവിടെ നിന്ന് അവർ ബേലിലേക്ക് പോയി. അടുത്തത് യഹോവ മോശയോട് ജനത്തെ ഒന്നിച്ചു കൂട്ടുക, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ അത് തന്നെ. ആ സമയത്ത് ഇസ്രായേൽ കിണറെ പൊങ്ങിവ, അതിന് പാടുവി, പ്രഭുക്കന്മാർ കുഴിച്ച കിണർ, ജനശ്രേഷ്ഠന്മാർ ചെങ്കോൽ കൊണ്ടും തങ്ങളുടെ ദണ്ടുകൾ കൊണ്ടും കുത്തിയ കിണർ എന്നുള്ള പാട്ടുപാടി. മതി. ആ സംഭവത്തെ ഞാനൊന്ന് വിശദീകരിക്കാം. ചുമ്മാ വായിച്ചാൽ നമുക്ക് പിടികിട്ടിയത്. അതിനാണ് ബൈബിൾ വ്യാഖ്യാനം പൊരുതിരിക്കലൊക്കെ ആവശ്യമായി വരുന്നത്. ഇസ്രായേൽ മക്കൾ മരുഭൂമി യാത്ര നയിക്കുകയാണ്. മോശെ അവരെ നയിച്ച് ഏകദേശം അവസാനത്തെ ഡെസ്റ്റിനിയിലേക്ക് അവർ എത്തിച്ചേരാൻ ഒരുങ്ങുന്നു. അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നു, അവർ യാത്ര ചെയ്ത് ബേരിലേക്ക് പോയി. ബേർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചെന്നു. വലിയ സമൂഹം, 25 ലക്ഷം ആൾക്കാർ വരുമെന്നാണ് പൊതുവിലൊരു കണക്ക്. ഇത്രയും ആളുകളെ കൊണ്ട് പോകുകയാണ്. അങ്ങനെ ബേരിലെത്തുന്ന സമയം പെട്ടെന്ന് ദൈവം മോശയോട് പറയുന്നു, മോശ ജനത്തോടെല്ലാവരോടും അവിടെ നിൽക്കാൻ പറ. നിന്നപ്പോൾ ദൈവം പറയുന്നു, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ അത് തന്നെ. സ്തോത്രം. ഇവിടെ വെച്ച് ചില ആത്മീക രഹസ്യങ്ങൾ മനസ്സിലാക്കണം. ഇത്രയും നാളും ഇവര് കിണറ്റിലെ വെള്ളം അല്ല കുടിച്ചത്. ബൈബിൾ അറിയാവുന്നവർക്ക് അറിയാലോ. പാറ പിളർന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത് പോലെ അവരെ അനുഗമിച്ച പാറയിൽ നിന്നാണ് അവർ കുടിച്ചത്. കൂടാര വളപ്പിലൂടെ ഒഴുകി വരികയായിരുന്നു. ആ വെള്ളമാണ് അവർ കുടിച്ചത്. ഒരു തെറ്റുമില്ല. ആ വെള്ളം ദൈവം കൊടുത്തത് പാറയിലെ വെള്ളമാണ്, മിനറൽ വാട്ടറാണ്, ബെസ്റ്റ് ക്വാളിറ്റിയാ. പക്ഷെ ദൈവത്തിന്റെ ഒരു സ്വഭാവമുണ്ട്. ദൈവം ഇടയ്ക്കിടയ്ക്ക് പദ്ധതികൾക്ക് മാറ്റം വരുത്തും. എന്നും ഒരുപോലെ ആയിരിക്കുകയില്ല. പ്രവാചകൻ എന്നും പ്രവാചകനായിരിക്കില്ല. അത് എഗസ്കേലിനോട് ചോദിക്കണം. പുരോഹിതൻ എന്നും പുരോഹിതനായിരിക്കില്ല. കുറെ കഴിഞ്ഞവൻ വിശ്വസ്തനാണെങ്കിൽ അവനെ ദൈവം പ്രവാചകനാക്കും. കുറച്ചോടെ കഴിഞ്ഞ് വിശ്വസ്തനാണെങ്കിൽ അവനെ മനുഷ്യപുത്രനാക്കും. അങ്ങനെ ദൈവം ഗീറ് മാറുന്നത് പോലെ ഓരോരുത്തരും മാറിക്കൊണ്ടിരിക്കും. സ്വർഗസ്ഥനായ ദൈവത്തിന് അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ട്. എന്നും ഒരുപോലെ ആയിരിക്കില്ല. കുറെ കഴിയുമ്പോൾ ദൈവം നിന്റെ മെനു മാറ്റും, സീസൺ മാറ്റും, അധികാരം മാറ്റും, അഭിഷേകം മാറ്റും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയപ്പെടുന്ന ഭാഗങ്ങൾ ഓരോന്നാണ് പ്രസംഗിക്കുന്നതെങ്കിൽ ഞാൻ അതിനെയൊക്കെ നല്ല ഡീസൻ്റായിട്ട് പറയായിരുന്നു, കൃപ കൊണ്ട്. പക്ഷേ ഞാൻ ഇതെല്ലാം കൂടി വാരിപ്പിലിച്ച് ഒരു വക ഇപ്പം എല്ലാം കൂടി ചേർത്ത് വെച്ച് നമ്മൾ സ്തോത്രം പറയുന്നത് കൊണ്ടാണ് ഇതൊക്കെ ഓരോ സംഭവങ്ങളാണ് ചിന്തിച്ച് വരുമ്പോൾ. സ്തോത്ര ഹല്ലേലൂയ. ചിന്തിച്ച് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, ദൈവമായ കർത്താവ് ഇടയ്ക്കിടയ്ക്ക് സംഭവങ്ങൾ. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, പുതിയ എണ്ണ നിന്നെ തേപ്പിക്കും. ഇതിനകത്ത് ഒരിക്കലും എണ്ണ തേച്ചെന്നുള്ളതല്ല, 2 കൊല്ലം മുമ്പ് തേപ്പിച്ച എണ്ണയുടെ ഉപയോഗമായിരിക്കില്ല ഇന്ന് നിന്നെ തേപ്പിക്കാൻ പോകുന്ന എണ്ണ. ദൈവത്തിന്റെ കയ്യിൽ ഇനിയും എണ്ണയുണ്ട്, പുതിയ എണ്ണയുണ്ട്. സ്തോത്ര. അതിന്ന് തേപ്പിച്ചാ വിടുന്നതെങ്കിൽ അതിന്റെ ഗുണമുണ്ടാവും. സ്തോത്ര ഹല്ലേലൂയ. അതിന്റെ ഗുണമുണ്ടാവും. ദൈവം കാര്യങ്ങളെ മാറ്റുന്നവനാണ്. ദൈവം ഇവിടെ വെച്ച് തീരുമാനിച്ചു, ഇത്രയും നാൾ പാറയിൽ നിന്ന് ഒഴുകി വന്ന വെള്ളം കുടിച്ചുകൊണ്ടിരുന്നവരോട് ഇവിടെ വെച്ച് പറയുന്നു, ജനത്തോട് നിൽക്കാൻ പറ. അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ വെള്ളം, ആ വാക്ക് എങ്ങനെ എഴുതിയിരിക്കുന്നേ? അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് പറഞ്ഞ കിണർ അത് തന്നെ. ദൈവം പറയുന്ന, ഇത്രയും നാൾ ഒഴുക്ക് വെള്ളമാ കുടിച്ചതെങ്കിൽ ഇവിടെ വെച്ച് കിണർ വെള്ളം കുടിപ്പിക്കാം. ഹല്ലേലൂയ. വേണമെങ്കിൽ ചോദിച്ചേക്കാം, മണി 12:45 സാറേ, ഏതെങ്കിലും വെള്ളം കുടിച്ചാൽ പോരെ ഞങ്ങളെ വീട്ടിൽ വിടാൻ. അങ്ങനെയുള്ളവർ പൊക്കോ, നാളെ ഈ ഒഴുക്ക് വെള്ളം തന്നെ കുടിക്കാം. പക്ഷെ ഇന്ന് ഇവിടുന്ന് പോകുന്നതിനേക്കാൾ മുമ്പ് ദൈവം വെള്ളം മാറി കുടിപ്പിച്ചാൽ, ഇന്ന് വരെ കുടിച്ചതല്ല, 2025 ഞങ്ങളുടെ ആനുവൽ കൺവെൻഷനിൽ സ്വർഗം കരുതി വെച്ചിരിക്കുന്ന ആ കിണറ് ഇന്ന് ദൈവം തന്നാൽ അതിൽ ഇതുവരെ അവർ കുടിച്ചിട്ടില്ല. ഹല്ലേലൂയ. കിണറ് വെള്ളം
ഇവിടെ നിന്നൊക്കെ ഈ പൈപ്പ് വെള്ളം കുടിച്ചിട്ട് നാട്ടിൽ വന്നിട്ട് ആൾക്കാർ പറഞ്ഞു തരണം ആദ്യം 2 ബക്കറ്റ് വെള്ളം കോരി കുടിക്കട്ടെ എന്ന്. നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. കാരണം എന്താ, ആ വീട്ടിലെ കിണറ്റിലെ വെള്ളം ഓർക്കുന്നുണ്ടോ? സ്തോത്രം. ആ പഴയ വെള്ളം, അതിൻ്റെ രുചി എവിടെ പോയാലും കിട്ടിയല്ല. ദൈവം പറഞ്ഞു കിണർ ഇത് തന്നെ. ഏത് കിണർ? ഏത് കിണർ? അവിടെ പറയപ്പെട്ടിരിക്കുന്ന ചുമ്മാ കിണറുണ്ടാകില്ല. ഇനി അടുത്ത സബ്ജക്റ്റ് പിടിക്കുന്നവർ വേണമെങ്കിൽ പിടിച്ചു. വേദപുസ്തകത്തിനകത്ത് സമുദ്രം, സ്തോത്രം, നദി, തോട്, കുളം, കിണർ, ഇങ്ങനെ 5 സംഭവമുണ്ട്. എല്ലാം വെള്ളം കൊടുക്കുന്ന. ഈ 5നെ വ്യാഖ്യാനിച്ചാൽ 5ആയിട്ട് വേണം വേർതിരിക്കാൻ. സ്തോത്രം. സമുദ്രം എന്ന് പറയുന്ന ഈ ലോകമാണ്. അതുകൊണ്ടാണ് പല പ്രവചനങ്ങളും പറഞ്ഞത്, ഞാൻ സമുദ്രത്തിൽ നിന്നൊരു മൃഗം കയറി വരുന്നത് കണ്ടു എന്നെഴുതിയ അതിന്റെ അർത്ഥം അറബിക്കടലിൽ നിന്ന് കയറി വന്നെന്നല്ല. ജനസമുദായ കടല്, കോടിക്കണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇതിനിടയിൽ നിന്ന് ഒരു മൃഗം കയറി വരുന്നത് കണ്ടു. സമുദ്രം ഈ ലോകമാണ്. ഹല്ലേലൂയ. നദികൾ ഇവിടുത്തെ ജാതികളും ഇവിടുത്തെ അന്യദൈവ സേവകരൊക്കെയാണ്. കുളമൊക്കെ അവനവൻ ഉണ്ടാക്കുന്നത്. കുളമൊന്നും തന്നെ ഉണ്ടാക്കുന്നതല്ല. വലിയ കല്ല് വെട്ടിയെടുത്തതോ പാറ പൊട്ടിച്ചതൊക്കെ പിന്നെ കുളമായി മാറിയത്. ഹല്ലേലൂയ. എന്നാൽ കിണർ അതല്ല. കിണർ തന്നെ ഉണ്ടാവില്ല. അവിടെ എഴുതിയിട്ടുണ്ട് കിണർ എങ്ങനെ ഉണ്ടായത്. തൊട്ട് താഴെ എഴുതിയിരിക്കുന്നു, പ്രഭുക്കന്മാർ കുഴിച്ച കിണർ. വാക്ക് കേട്ടോണം. കിണർ ചുമ്മാ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാകില്ല പറഞ്ഞു. ഇവിടെ ജനത്തിന് വെള്ളം കൊടുക്കാന്ന് പറഞ്ഞ കിണറുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് ദൈവം പിന്നെ ഒന്നും പറയുന്നില്ല. അത് ദൈവത്തിന്റെ വേറൊരു സ്വഭാവമാണ്. സ്തോത്രം. ദൈവം നിന്റെ മകനെ ഞാൻ മാനിച്ചേക്കാന്ന് പറയും. പിന്നെ നമ്മൾ തലയും കുത്തിന്ന് ചോദിക്കുകയാണ്, എഞ്ചിനീയർ ആക്കണോ സാറേ, ഡോക്ടർ ആക്കണോ? അത് ദൈവം പറയുകയല്ല. സ്തോത്രം. അത് ദൈവത്തിന് വേറൊരു സ്വഭാവം. എന്നതുപോലെ ഇവിടെ മോശയ്ക്കും പറ്റി. ഇവിടെ ജനത്തിന് വെള്ളം കൊടുക്കാൻ പോകുന്ന കിണറാന്ന് പറഞ്ഞു. പിന്നെ ഒന്നും പറഞ്ഞില്ല. മോശ അവിടെ മുഴുവൻ നോക്കി, ബേലിൽ മുഴുവൻ നോക്കി, പ്രഭുക്കന്മാരെ മുഴുവൻ ആ മരുഭൂമിയിൽ പറഞ്ഞയച്ചു നോക്കി. ദൈവം പറഞ്ഞ കിണർ എവിടാ? അവർ പറഞ്ഞു ഇവിടെയും കിണറില്ല. കിണർ ഇവിടെ കാണാനില്ല, കിണറില്ല. സ്തോത്രം. മോശ ഒരു കാര്യം പറഞ്ഞു. ദൈവത്തെ അറിയാവുന്നവനാ മോശ. മോശ ഒരു കാര്യം പറഞ്ഞു, ദൈവം ഒരിക്കലും ഭോഷ്ക് പറയില്ല. ഇവിടെ വെള്ളം തരുന്ന കിണറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പറ്റിക്കില്ല. ഇവിടെ എവിടെയോ കിണറുണ്ട്. സ്തോത്രം. പ്രഭുക്കന്മാർ കുത്തിയ കിണറാണ്. ദൈവം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടായതല്ല. ഇതിനൊരു വ്യാഖ്യാനമുണ്ട്. അബ്രഹാം സ്തോത്രം ഒരു യാത്രികനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന പരിപാടിയായിരുന്നു എവിടെ ചെന്ന് താമസിച്ചാലും കിണറും യാഗപീഠവും കൂടാരം ഉണ്ടാക്കുക എന്നുള്ളത്. അദ്ദേഹം യാത്ര ചെയ്ത് പോകുന്ന വഴിക്ക് അദ്ദേഹം കുത്തിയ ഒരുപാട് കിണറുകളുണ്ട്. സ്തോത്രം. ഇതിനെക്കുറിച്ച് വ്യാഖ്യാതാക്കൾ പറയുന്നു, ശരിയായിരിക്കാം, ഇത് തന്നെ ഉണ്ടായതല്ല. അബ്രഹാം എന്ന പ്രഭു കുത്തിയതാണ്. അവന്റെ രാജദണ്ഡ് കൊണ്ട് കുത്തിയ കിണറാണ്. ആ കിണർ ഇവിടെ എവിടെ ഉണ്ടെന്ന് ദൈവം പറഞ്ഞു. പക്ഷെ മോശ നോക്കിയിട്ട് കാണുന്നില്ല. കാണാതായപ്പോൾ സ്തോത്രം മോശയോട് ആൾക്കാർ പറഞ്ഞു, എന്നും ഇത് തന്നെയാ ഗതി. നമ്മുടെ പിള്ളേർ പറയില്ലേ, അമ്മ പ്രാർത്ഥിക്കാൻ തുടങ്ങി എത്ര കാലമായി, വല്ല പ്രവാചകനും പറയുന്നത് കേട്ടോണ്ട് എഴുതി വെക്കുക, അമ്മയ്ക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിക്കുന്ന പോലെ തന്നെ അവിടുത്തെ പിള്ളേരും ചോദിച്ചു. സ്തോത്രം. ദൈവം കാലത്ത് ഓരോന്ന് പറഞ്ഞ് അങ്ങ് ഇവിടെ വന്ന് പറയും, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. പക്ഷെ മോശ പറഞ്ഞു, ദൈവം ഭോഷ്ക് പറയില്ല. നമ്മുടെ വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിക്കണം. സ്തോത്രം. മോശ പറഞ്ഞു, ദൈവം പറ്റിക്കില്ല. കിണറെന്തിയെ? കിണർ കാണാനില്ല. പക്ഷെ മോശ ഒരു കാര്യം പറഞ്ഞു, ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിണർ ഇവിടെ എവിടെയോ മറഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോ എന്നെ ചെയ്യാനാ, നമുക്കൊരു പാട്ട് പാടാം. കിണർ മറഞ്ഞിരുന്ന പാട്ടുപാടിയ കിണർ വരുമോ? സ്തോത്രം. മോശ പറഞ്ഞു, കിണറെ പൊങ്ങിവാ. പ്രഭുക്കന്മാർ തങ്ങളുടെ രാജദണ്ഡ് കൊണ്ട് കുത്തിയ കിണറെ പൊങ്ങിവാ. മണ്ടത്തരം കാണിക്കില്ലാത്ത മോശ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നിന്ന് ദൈവം പറഞ്ഞ വാക്കിനെ
പാട്ടാക്കി മാറ്റി അവിടെ പാടിയപ്പോൾ താഴേക്ക് എഴുതിയിട്ടില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്ന കാര്യം പറയാം, സ്വർഗം പറഞ്ഞത് ആരാധിച്ചെത്തിപ്പിടിക്കാൻ, ചേർന്ന് പൊക്കിക്കൊണ്ടുവരാൻ, ഇന്ന് പകർക്കാന കൃപ ലഭിച്ചുവിടുന്ന് മടങ്ങിയാൽ നിന്നോട് ദൈവം പറഞ്ഞ സകല കാര്യങ്ങളും ദൈവമായ കർത്താവിനെ നീ സേവിച്ച് ആരാധിച്ചാൽ അവൻ ഭോഷ്ക് പറയുന്നവനല്ല, അത് പൊങ്ങി വരും. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ അത് കൺക്ലൂഡ് ചെയ്യട്ടെ ദൈവമക്കളെ. പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ പറയട്ടെ, സ്തോത്രം. നിന്റെ അപ്പൻ ഒരു പ്രഭുവായിരുന്നെങ്കിൽ, ഏത് പ്രഭു? ഞാൻ എൻ്റെ അപ്പനെ കുറിച്ച് പറയാം. അദ്ദേഹം ഒരു സ്തോത്ര ഹല്ലേലൂയ ജ്ഞാനിയൊന്നുമല്ല, സാധാരണക്കാരൻ, ദരിദ്രനായൊരു മനുഷ്യനായിരുന്നു. പക്ഷെ ഞാൻ ഭാഷം 5 മിനിറ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞു, സ്വാതന്ത്ര്യമില്ലാത്ത, ബൈബിൾ കൊണ്ടുവരാൻ പറ്റാത്ത, സ്തോത്രം, ആരാധനയ്ക്ക് ഇതുപോലെ മൈക്കൊന്നും ഉപയോഗിക്കാത്ത കാലത്ത്, രാത്രികളെ പകലാക്കി, അവര് കുത്തിയിട്ട് പോയ കിണറുകൾ അടുത്ത തലമുറയ്ക്ക് സ്വർഗം ഒരുക്കിയിട്ട കിണറുകൾ. Hallelujah, 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 hallelujah. അവര് മുഴങ്കാലും മേലിരുന്ന് ഒരു തലമുറ വരുമെന്ന് കണ്ട്, ഹല്ലേലൂയ, ഒരു ശുഭകാലം വരും. ഞാൻ ആ വ്യാഖ്യാനത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് പറയാം. അബ്രഹാം സ്തോത്രം തന്റെ സഹധർമ്മിണിയുമായി ഒരു കുഞ്ഞില്ലാതെ ഈ വഴിയിലൂടെ യാത്ര ചെയ്തപ്പോൾ ഒരു തലമുറയെ കാണാതെ കുത്തിയിട്ടിട്ട് പോയ കിണറ്, ഒരു തലമുറ ഉണ്ടാകുമെന്ന് സ്വപ്നം കണ്ട കിണറ്, ആ കിണറ് ഇന്ന് പകൽക്കാലം ഇവിടെ പൊങ്ങി വരണം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നിന്റെ സന്തതിയുടെ മേൽ ഞാൻ പറയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ പറയുന്നത് അവർക്ക് അഡ്മിഷൻ എടുത്തു കൊടുക്കുന്ന കാര്യമോ, അവർക്ക് വിസ കൊടുക്കുന്ന കാര്യമല്ല. ഇവരുടെ മേൽ ഉറവ പറ്റിപ്പോകരുത്. മക്കൾക്ക് വേണ്ടി കരയുന്ന അമ്മമാരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി വെറുതെ ഉണ്ടാകില്ല. കിണറ് കുഴിക്കുന്നവനോട് ചോദിക്കണം, പാറ കീറണോ, അലമാങ്കും പിക്കാസും കൊണ്ട് കുത്തണോ? അങ്ങനെ കുത്തി ഒരു തലമുറ കെട്ടുപോകാതെ അതിനു വേണ്ടി അധ്വാനിച്ചവർ മൺമറഞ്ഞാലോ ആ കിണറുകൾ പോകില്ല സാറേ, അതിവിടെ ഉണ്ട്. പൊങ്ങി വരട്ടെ, ആ കൃപ പൊങ്ങി വരട്ടെ, ആ ഉറവ പൊങ്ങി വരട്ടെ. Arkachavalam, Baudam, Vaidam, Jagadam, Dharam, the Chaudala, Regala, Ragada, Shandala, Ragade. Yes, Amen, Amen, Appa. Hallelujah, Hallelujah. ഞാൻ രണ്ടറ്റത്ത് നിന്നുകൊണ്ട് പറഞ്ഞ് പ്രാർത്ഥനയിലേക്ക് കിടക്കാം. സ്തോത്രം. ഇതുപോലെ ആത്മീകത്തിൽ ഉദാസീനനും ഉഴപ്പനുമായതല്ല, വിട്ടുവീഴ്ചയില്ലാത്ത പ്രഭുക്കന്മാരായി 15 പേരും 10 പേരൊക്കെ മാത്രം ആരാധനയ്ക്ക് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന കാലത്ത്, ഓലക്കീറിനകത്ത് ആരാധിച്ച കാലത്ത്, ആ സഭയ്ക്ക് തൂണായി നിൽക്കാൻ, ഒരു പ്രഭുവായി നിൽക്കാൻ, അങ്ങനെ ഒരു അപ്പന്റെ മോനായി ജനിച്ചവർ ഇവിടെ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ. അവര് കുത്തിയ കിണറുകൾ നിന്റെ അവകാശമാണ്. ദൈവം നിന്നെ അതിൽ നിന്ന് കുടിപ്പിച്ചിട്ട് വിടുകയുള്ളൂ. യേശുവേ, പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ. അതിന്റെ ഇങ്ങേയറ്റം ഞാൻ പറയാം,
ഒരുപക്ഷെ അപ്പന്മാർ വിശ്വാസികളല്ലായിരുന്നു. ഞാൻ ഈ രാജ്യത്ത് വന്നപ്പോൾ 5 വർഷങ്ങൾക്ക് മുമ്പാണ് യേശുവിനെ അറിഞ്ഞത്. അതുകൊണ്ട് എൻ്റെ അപ്പൻ ദൈവസന്നിധിയിൽ ഒരു പ്രഭു അല്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ദൂതിൽ നിന്ന് മാറിയിരിക്കണ്ട. സ്തോത്രം. നീ ഒരു പ്രഭുവാകണം. കാലങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ സന്തതിക്ക് വേണ്ടി നീ വെള്ളോന്റെ പൈപ്പ് വെള്ളം കുടിക്കാൻ ഈ പിള്ളേരെ വിടരുത്. അങ്ങനെയുള്ള അപ്പന്മാരുണ്ടാകണം. ഹല്ലേലൂയ. ആരവത്തിനിടയിൽ നിങ്ങൾ കേൾക്കാതെ പോയോ? ഞാൻ ഒന്നോടെ പറയാം. ഈ തലമുറയെ വെള്ളോന്റെ ബ്ലീച്ചിങ് പൗഡർ കലർത്തിയ പൈപ്പ് വെള്ളം കുടിക്കാൻ വിടരുത്. ഇവരെ നിങ്ങൾ മുഴങ്കാലിന്മേൽ ഇരുന്ന് നിങ്ങൾ ഇവർക്ക് വേണ്ടി കിണർ കുത്തണം. ഹല്ലേലൂയ. നിർമ്മല ജലം അവർ കുടിക്കണം. സത്യ ഉപദേശം അവർ അറിയണം. ദൈവത്തിന്റെ കിണറ് പൊങ്ങി വാ. ഗ്ലോറി. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒരു കിണർ പൊങ്ങി വരാനുണ്ട്. നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ സഭയിൽ, ഈ സൗദി അറേബ്യയിൽ, ദമാമിൽ, ഈസ്റ്റേൺ റീജിയന്റെ പശ്ചാത്തലത്തിൽ, ഇവിടത്തെ സഭകളിൽ മറഞ്ഞു കിടക്കുന്ന കിണർ പൊങ്ങി വരാനുണ്ട്. നീ വിട്ടുകൊടുക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. വിട്ടുകൊടുക്കരുത്. സാധാരണ ഒരു പ്രസംഗമായിട്ട് കണക്കാക്കരുത്. ആരാധിച്ചെത്തിപ്പിടിച്ചോളണം. ഒരു യോഗവും പാഴാക്കി കളയരുത്. ചിലത് എത്തിപ്പിടിക്കാനുണ്ടെന്ന് നീ നിന്നോട് പറയണം, നിന്റെ ഭർത്താവിനോട് പറയണം, ഭാര്യയോട് പറയണം. പഴയതുപോലെ ജീവിച്ച പോലെ നമുക്ക് അപമാനിക്കപ്പെടരുത്, തലകുനിക്കരുത്. നിങ്ങൾ എന്നും ക്ഷീണിച്ചു വരുന്നത് കാണാൻ എനിക്ക് സഹിക്കില്ല. നമുക്ക് ചിലത് എത്തിപ്പിടിച്ചേ പറ്റൂ. ഈ തലമുറയ്ക്ക് വേണ്ടി സ്വർഗം കരുതി വെച്ചിരിക്കുന്നത് അത് പൊങ്ങി വരണം.